السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. വേദിയെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന ദാറുസ്സലാമിന്റെ കാര്യദർശി, ജില്ലാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ഉസ്താദുന എ വി ഉസ്താദ് അവர்களെ, മറ്റു വേദിയിലെ ദാരിമിമാരായ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, ഈ പരിപാടി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ, നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് മുഖാമുഖമാണ്. സക്കരിയത്തിന്റെ കപട നാടകം തുറന്നു കാണിക്കുന്ന ഒരു മുഖാമുഖം. ഇൻഷാ അല്ലാഹ് 3 ബെഞ്ചുകളെ കൊണ്ട് വേർതിരിക്കപ്പെട്ട 2 കസേരകൾ നമ്മുടെ ഈ സ്റ്റേജിന്റെ തൊട്ടു താഴെയായിട്ട് സംവിധാനിച്ചിരിക്കുകയാണ്. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ആളുകളുടെ ശാരീരികവും അഭിമാനകരവുമായ എല്ലാ സംരക്ഷണവും ഇൻഷാ അല്ലാഹ് ഇതിന്റെ സംഘാടകരായ പ്രവർത്തകർ നിങ്ങൾക്ക് നൽകുന്നതാണ്. സക്കരിയത്തിന്റെ ആളുകളോട്, സക്കരിയാക്കളോട് വിനീതമായി, ഇത് തുറന്ന വേദിയാണ്, പരസ്യമായ സംവാദ വേദിയാണ്. അവിടെ ഇരുന്നോളൂ. ഇൻഷാ അല്ലാഹ് ഏതാനും ചില കാര്യങ്ങൾ മാത്രം നമുക്ക് ചോദ്യം ചോദിക്കാൻ നമുക്കൊരു സഹോദരൻ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ വിമർശനങ്ങളാവട്ടെ, അദ്ദേഹത്തിന്റെ സംശയങ്ങളാവട്ടെ ചോദിക്കാനുള്ള തുറന്ന അവസരമാണ് നൽകിയിട്ടുള്ളത്. ഒരാളും തന്നെ ഇവിടെ ചോദിക്കാൻ വരുന്ന ആളുകളെ വാക്കുകളെ കൊണ്ടോ അല്ലെങ്കിൽ കുത്തുവാക്കുകളെ കൊണ്ടോ അല്ലെങ്കിൽ ആക്ഷേപഹാസ്യങ്ങളെ കൊണ്ടോ വരിഞ്ഞു മുറുക്കിയിട്ട് അവരെ വീർപ്പുമുട്ടിക്കരുത് എന്ന് ആദ്യമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങൾ, ഒരു ചെറിയ 1-2 കാര്യങ്ങൾ മാത്രം ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇവിടെ സക്കരിയ പക്ഷം വന്ന് മുഖാമുഖം നടത്തി. അലവി ദാരിമി വളരെ കൃത്യമായി പറഞ്ഞു, നന്ദി ദാറുസ്സലാം അറബിക് കോളേജിൽ SKSF-ന്റെ യൂണിറ്റ് ഔദ്യോഗികമായി പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നന്ദിയിലും യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു യൂണിറ്റിന് പോലും ഔദ്യോഗികമായി ഒരു കത്ത് നൽകിയില്ല. എന്നിട്ട് ബാങ്കിന്റെ ഓഡിറ്റോറിയത്തിൽ സ്വകാര്യമായ ഒരു മുഖാമുഖം നടത്തി. ഒരു ഇസ്ലാമത കലാലയത്തിലുള്ള വിദ്യാർത്ഥികൾ ബാങ്കിന്റെ ഓഡിറ്റോറിയത്തിലേക്ക് ചെല്ലണമെന്നും അത് ഞങ്ങളുടെ ഔദ്യോഗികമായ ഒരു ക്ഷണം കൂടാതെയും ചെല്ലണമെന്നും സ്വകാര്യമായിട്ട് ബൈലക്സിലൂടെയും മറ്റൊക്കെ ഇങ്ങനെ പുറത്തേക്ക് അറിയിച്ചുകൊണ്ട് വെല്ലുവിളി നടത്തി. ഇത് ദാരിമിമാർ ഈ സ്വകാര്യതയുടെ പിന്നാലെ പോകുന്നവരല്ല. പരസ്യമായി വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഇസ്ലാമിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള മുഖാമുഖമാണിത്. ഇസ്ലാമിന്റെ സംരക്ഷണം. മംഗലാപുരം സംവാദത്തിലാണ് മുങ്ങിയ ആൾക്കാര്. പിന്നെ പല സംവാദ വേദികളിലും ഞങ്ങളോടടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഞൊണ്ടിനായങ്ങൾ പറഞ്ഞ് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മംഗലാപുരം സംവാദത്തിൽ എന്താണ് സംഭവിച്ചത്? ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഒരൊറ്റ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഇബാറത്തിനെ കോട്ടിമാറ്റാൻ വേണ്ടി ശ്രമിച്ചത് കയ്യോടുകൂടി പിടികൂടുകയും അങ്ങനെ അവരെ ഇരുത്തേണ്ടടുത്തിരുത്തുകയും ചെയ്ത ചരിത്രപ്രസിദ്ധമായ ആ മംഗലാപുരം സംവാദത്തിൽ സക്കരിയ സലാഹിക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. നന്ദി ദാറുസ്സലാം അറബിക് കോളേജിൽ അയാൾക്ക് ഇതിന്റെ പരിസരത്ത് മുഖാമുഖം നടത്താൻ അയാൾക്ക് വരാൻ കഴിഞ്ഞില്ല. അതിനയാൾ പറഞ്ഞ കാരണം എന്താ? മുഖാമുഖം നടക്കുന്നത് ദാറുസ്സലാമിന്റെ മുന്നിലാണ്. അതുകൊണ്ട് ഇത് ജമാഅത്ത് ഇസ്ലാമിക്കാരോട് നടത്തേണ്ടുന്ന കാളമൂത്ര സാഹിത്യത്തിന്റെ മുഖാമുഖമല്ല, ഇത് കിതാബ് വെച്ചുകൊണ്ടുള്ള മുഖാമുഖമാണ്. അവിടേക്ക് ഞാനില്ല. ഇത് ഞങ്ങളല്ലല്ലോ പറഞ്ഞത്, നിങ്ങൾ തന്നെയല്ലേ നിങ്ങളുടെ ഭയപ്പാടിനെ കുറിച്ച് മാലോകരോട് വിളിച്ചു പറഞ്ഞത്. അതല്ലേ ഞങ്ങൾ മംഗലാപുരത്ത് തുറന്നടിച്ചത്. അപ്പോ ഇവർക്ക് എന്ത് ചെയ്തു? എന്ത് സംഭവിച്ചു? മംഗലാപുരത്ത് ജാള്യത അനുഭവപ്പെട്ടപ്പോ ആ ജാള്യത തീർക്കാൻ വേണ്ടി, യഥാർത്ഥത്തിൽ ജാള്യത സുന്നികളോട് തീർക്കാൻ വേണ്ടി വന്നതല്ല. ഇവരുടെ എതിർ ഗ്രൂപ്പുകാരുണ്ട്. KNM
ആ KNM മംഗലാപുരം സംവാദം വെച്ചുകൊണ്ട് നിങ്ങൾ സുന്നികളുടെ മുമ്പാകെ തോറ്റുപോയില്ലേ എന്ന് പ്രസംഗിച്ച് നടന്നപ്പോൾ അതിൽ നിന്ന് മുഖം രക്ഷിക്കുവാൻ വേണ്ടിയാണ് മാസങ്ങൾക്ക് ശേഷം അവരിവിടെ സ്വകാര്യമായ ഒരു കപട നാടകം നടത്തിപ്പോയത്. ഞങ്ങൾക്കറിയാം മംഗലാപുരം സംവാദത്തിൽ എന്താണ് സംഭവിച്ചത്. അത് കൃത്യമായി വിശദീകരിക്കുന്ന മംഗലാപുരം സംവാദത്തിന്റെ നേർക്കുനേരെയുള്ള ദൃശ്യാവിഷ്കാരം ആ CD നമ്മുടെ ഈ യോഗത്തിൽ വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. കിട്ടാത്തവർ ഓരോന്ന് കൈവശപ്പെടുത്തണം. അതുപോലെ മംഗലാപുരം സംവാദത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി വിശദീകരിക്കുന്ന ഒരു DVD കുറഞ്ഞ വിലക്കൊണ്ട് പെരിന്തൽമണ്ണയിൽ നടത്തിയ ഒരു പ്രോഗ്രാം അത് നമ്മുടെ സദസ്സിൽ വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ അതും കിട്ടാത്തവർ ഓരോ കോപ്പി കൈവശപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്. അതുപോലെ തന്നെ കൊടിഞ്ഞിയിൽ ഈയിടെ നടന്ന വളരെ പ്രസക്തമായ ഒരു മുഖാമുഖമുണ്ട്. നമ്മുടെ എതിരാളികൾ ഞങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നുവെന്ന് കൃത്യമായി തുറന്നു പറയുന്ന കൊടിഞ്ഞിയിലുള്ള മുഖാമുഖം അതും നമ്മുടെ ഈ സദസ്സിൽ വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. അതൊക്കെ ഓരോ കോപ്പി കൈവശപ്പെടുത്തണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. എന്റെ മുഅ്മിനീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിൽ വിശ്വസിക്കുന്ന ആളുകൾ, ഇതല്ലേ 1400 കൊല്ലത്തെ ഇസ്ലാമിക പാരമ്പര്യത്തിൽ നമുക്കിവിടെ കേരളീയ മുസ്ലിങ്ങളെ പറ്റി പറയാനുള്ളത്. ഇന്ന് നമ്മുടെ പ്രഭാഷണം ആരംഭിച്ചപ്പോൾ, അലവിദാരിയുടെ പ്രസംഗം ആരംഭിച്ചപ്പോൾ ഇവിടെ നമ്മുടെ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തു. ആ ബാങ്ക് കൊടുത്തപ്പോൾ മുഅദ്ദിൻ വിളിച്ചു പറയുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിളിയാളത്തിന് ഉത്തരം നൽകുവാൻ വേണ്ടി നമ്മുടെ പ്രസംഗം നാം നിർത്തിവെച്ചു. സദസ്സത് സാഗൂഢമായി ശ്രമിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേട്ടപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ പ്രത്യുത്തരം നൽകി. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് നമ്മൾ സ്വലാത്ത് ചൊല്ലി. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ എന്ന് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്തു. ഇതല്ലേ ഇവിടുത്തെ ഇസ്ലാമിക പാരമ്പര്യത്തിന്റെ സ്വഭാവം? അതല്ലേ നമ്മുടെ പ്രതികരണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിളിക്കുത്തരം നൽകുന്നവർ നമ്മുടെ നേതാക്കന്മാർ, മഹാനായ ശൈഖുനാ ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പോലെയുള്ള മഹത്തുക്കളുടെ ചരിത്രം നേരത്തെ നിങ്ങൾ കേട്ടില്ലേ? മരണവേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് മരിച്ചു പോകുന്ന പൂർണ്ണ മുഅ്മിനീങ്ങളായ ആളുകൾ, ഈ ആളുകളെ സംബന്ധിച്ച് എന്താ ഇവർ പറയുന്നത്? അവർ അബൂജഹലുമാരെ കടത്തിവെട്ടിയ മുശ്രിക്കുകളാണെന്നാ പറയുന്നത്. നമ്മുടെ നന്ദി പള്ളിയിലും മറ്റു മഹല്ലുകളുള്ള പള്ളിയിലുമുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ള നമ്മുടെ മഖ്ബറകളിൽ അന്തിയുറങ്ങുന്ന മുഅ്മിനീങ്ങൾ, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അഹ്ലുകാരായിരുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ വക്താക്കളായിരുന്നു. അവരെ സംബന്ധിച്ച് ഇവർ പറയുന്നത് അവർ നരകാഗ്നിയിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ മരിച്ചുപോയ ആളുകളാണ് എന്നാണ്. ഇത് ചെറിയ വിഷയമാണോ? ഈ വാദം ശരിയാണോ? അബൂജഹലുമാരോടാണ് നമ്മൾ താരതമ്യം ചെയ്യുന്നത്. എന്തായിരുന്നു അബൂജഹലുമാരെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത്? എന്താണ്? അല്ലാഹു തആല പറയാണ്, ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ വയഖൂലൂന അഇന്നാ ലതാരികു ആലിഹത്തിനാ ലിശാഇരിൻ മജ്നൂൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോ മുഹമ്മദ് നബിയെ പിരാന്ത എന്ന് വിളിച്ചുകൊണ്ട് പരിഹസിച്ചവരാണ് ആ വിഭാഗം അബൂജഹലുമാർ. ആ വിഭാഗത്തെയും ഈ വിഭാഗത്തെയും തുലനം ചെയ്യുന്നവന്റെ നാവിനെ അല്ലാഹു തആല എന്തു ചെയ്യും? എന്താണ് ഇതിന്റെ ഹുക്മ്? ഇവിടുത്തെ മുജാഹിദിന്റെ ആളുകൾ മനസ്സിലാക്കേണ്ടതല്ലേ? വളരെ കൃത്യമായി ആലോചിക്കേണ്ടതല്ലേ? എന്താണ് മക്കാ മുശ്രിക്കീങ്ങൾ? മക്കാ മുശ്രിക്കീങ്ങളുടെ വിശ്വാസം എന്താ? ഇവിടുത്തെ മുസ്ലിമീങ്ങളുടെ വിശ്വാസമാണോ മക്കാ മുശ്രിക്കീങ്ങൾക്കുള്ളത്? അബൂജഹൽ പോലും സമ്മതിക്കാത്ത, അവൻ ഖബറിൽ കടന്നുകൊണ്ട് ശിക്ഷിക്കപ്പെടുന്ന ആളാണെങ്കിലും എന്നെ പുകഴ്ത്താൻ കുറെ സക്കരിയാക്കൾ കേരളത്തിൽ ഉണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ചിരിക്കുന്നുണ്ടാവും. നമ്മുടെ അനുമാനമാണ്. എന്തായിരുന്നു മക്കാ മുശ്രിക്കീങ്ങളുടെ അഖീദ? എന്താണ് മക്കത്തെ മുശ്രിക്കീങ്ങളുടെ അഖീദ? ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ മംഗലാപുരം സംവാദത്തിൽ 3-4 തവണയായിട്ട് നിങ്ങളുടെ ബാപ്പയായ KM മൗലവിയുടെ ഈ ഫത്വ എന്ന് പറയുന്ന ഈ പുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മക്കാ മുശ്രിക്കീങ്ങളുടെ വിശ്വാസം കൃത്യമായി ഞങ്ങൾ അവിടെ പ്രതിപാദിച്ചു. എന്തേ ഫൈസൽ മൗലവിക്ക് KM മൗലവിയുടെ ആ പുസ്തകത്തെ സ്പർശിക്കാൻ കഴിഞ്ഞില്ല? KM മൗലവിയുടെ പുസ്തകത്തെ സ്പർശിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇവിടെ സ്വകാര്യ മുഖാമുഖം നടത്തിയിട്ട് കപടനാടകം കളിച്ചുപോയ ഫൈസൽ മൗലവിക്ക് എന്തേ ഈ നന്ദിയിൽ വെച്ചുകൊണ്ടത് പറയാൻ സാധിച്ചില്ല? എന്തേ സാധിച്ചില്ല? KM മൗലവി എന്താ മക്കാത്തെ മുശ്രിക്കുകളുടെ അബൂജഹലുമാരുടെ വിശ്വാസത്തെ പ്രതിപാദിച്ചുകൊണ്ട് എന്താ പറയുന്നത്?
KM മൗലവി പറഞ്ഞില്ലേ? അല്ലെങ്കിൽ പിന്നെ KM മൗലവി പേച്ചു പോയ ആളാണെന്ന് ധൈര്യം ഉണ്ടെങ്കിൽ പറ. എന്നാ പിന്നെ നമുക്ക് ബാക്കി പിന്നെ കാര്യങ്ങൾ നോക്കാം. എന്താണ് അയാൾ പറയുന്നത്? അബൂജഹലിന്റെ വിശ്വാസം, ഉത്ബത്തിന്റെ വിശ്വാസം, അബൂലഹബിന്റെ വിശ്വാസം, ആ വിശ്വാസത്തെ വിശദീകരിച്ചുകൊണ്ട് സാക്ഷാൽ KM മൗലവി പറയുകയാണ്, അവർ വിശ്വസിച്ചിരുന്നത് ഇങ്ങനെയാണ്. ഞാൻ ഒരു വാക്കും വിടാതെ വായിക്കാം. അവർ വിശ്വസിച്ചിരുന്നത് ഇങ്ങനെയാണ്: വലിയ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് അല്ലാഹു തന്നെയാണ്. സർവ്വലോകങ്ങളുടെയും നാഥനും രക്ഷാകർത്താവും ഉടമസ്ഥനും രാജാവുമായ യജമാനൻ അവൻ തന്നെ. എന്നാൽ ചക്രവർത്തിമാർ അവരുടെ സാമ്രാജ്യങ്ങളെ പല സംസ്ഥാനങ്ങളാക്കിയും ജില്ലകളാക്കിയും മറ്റും വിഭാഗിച്ചു. അവയിലെ മഹാകാര്യങ്ങൾ ഒഴിച്ചുള്ള ബാക്കി രാജ്യകാര്യങ്ങൾ നിയന്ത്രിച്ചു. അവയെ ഭരിക്കുവാനായി ആ മഹാരാജാക്കന്മാരുടെ പ്രത്യേക സേവകന്മാരെ ഏൽപ്പിക്കുകയും ചെറിയ കാര്യങ്ങളിലെല്ലാം ആ സേവകന്മാർ കൈകാര്യം ചെയ്യുകയും പ്രജകളുടെ കാര്യത്തിൽ അവരുടെ ശുപാർശയെ ചക്രവർത്തിമാർ സ്വീകരിക്കുകയും ചെയ്തു വരാറ് പതിവുള്ളതുപോലെ മഹാചക്രവർത്തിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കൊച്ചു ചക്രവർത്തിമാർക്ക് അധികാര വിഭജനം നടത്തിയതുപോലെ ആലോചിക്കണം. അതുപോലെ അള്ളാഹു അവന്റെ സൃഷ്ടികളിൽ നിന്ന് അവന് ശരിയായ ഇബാദത്ത് ചെയ്ത് അവന്റെ പരിശുദ്ധ സന്നിധിയിൽ സാമീപ്യം സമ്പാദിച്ചിട്ടുള്ളവർക്ക് ദൈവത്വം, ഇലാഹെന്നുള്ള അവസ്ഥ നൽകുകയും ചില പ്രത്യേക കാര്യങ്ങളിൽ നിയന്ത്രണവും കൈകാര്യകർത്തൃത്വവും നടത്തിപ്പും അവരെ ഏൽപ്പിക്കുകയും അള്ളാഹുവിന്റെ അടിയാറുകൾക്ക് വേണ്ടി അവർ ചെയ്യുന്ന ശുപാർശയെ അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യുന്നു. മഹാചക്രവർത്തിക്കു കീഴിൽ അധികാരം വിഭജിച്ചു നൽകപ്പെട്ട കൊച്ചു ചക്രവർത്തിമാരുടെ സ്ഥാനത്ത് അവരോധിക്കപ്പെട്ട ദൈവങ്ങളിൽ വിശ്വസിച്ച ആ മുശ്രിക്കുകളോട് ലോകത്തെ മുസ്ലിമുകളെ തുലനം ചെയ്തുകൊണ്ട് കടന്നു വന്ന ഈ അതിഭീകര പ്രസ്ഥാനം വഹാബിസം, 10,000-കണക്കിന് മുസൽമാന്റെ ചുടുചോര കൊണ്ട് സൗദി അറേബ്യയിലെ നിഷ്കളങ്കമായ മണലാരണ്യത്തെ ചെഞ്ചായമണിയിച്ച മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന ഭീകരവാദിയുടെ അനുയായി വൃന്ദം, അവരല്ലേ ഇവിടുത്തെ വഹാബികൾ? എന്നിട്ട് ആ വഹാബിസത്തിന്റെ പിന്നാലെ അരികിപ്പറ്റിക്കൊണ്ട് ദുനിയാവിൽ നിന്ന് വിട പറയേണ്ടവരല്ലേ നിങ്ങൾ? മരിച്ചു പോവേണ്ടവരല്ലേ? നരകമെന്ന് പറയുന്ന ഒരു അദാബിന്റെ കേന്ദ്രത്തെ അഭിമുഖീകരിക്കുമെന്ന ഭയമില്ലേ? എന്റെ പ്രിയപ്പെട്ട മുജാഹിദിന്റെ പ്രവർത്തകന്മാരോട് എനിക്ക് ചോദിക്കാനുള്ളതാണ്. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ഇവിടെ ചോദിക്കാൻ നമ്മുടെ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ പ്രസംഗിക്കുന്നത് ഭൂഷണമല്ല എന്നെനിക്കറിയാം. ഞാൻ ഒരൊറ്റ കാര്യം കൂടി പറയട്ടെ. ഈ സക്കരിയത്ത് ഇപ്പൊ എന്താ? ഞങ്ങൾ കൃത്യമായിട്ട് തന്നെ മംഗലാപുരം സംവാദത്തിൽ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഈ സംവാദത്തോടുകൂടി നിങ്ങൾ ഗ്രൂപ്പാകും. കണ്ടില്ലേ, മംഗലാപുരം സംവാദത്തിൽ സക്കരിയ പക്ഷത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് കടന്നു വന്ന ആ നസീറുദ്ദീൻ റഹ്മാനി എന്ന് പറഞ്ഞ മനുഷ്യൻ നന്ദിയിലും ഇവരുടെ മുഖാമുഖത്തിൽ പ്രത്യക്ഷപ്പെട്ടല്ലോ. അതേ നസീറുദ്ദീൻ റഹ്മാനി ഇന്ന് ഏത് പക്ഷത്താ നിൽക്കുന്നത്? നസീറുദ്ദീൻ റഹ്മാനി ഇപ്പൊ പറയുന്നത് ഫൈസൽ മൗലവിയും സക്കരിയയും കാഫിറാണെന്നാണ്. നസീറുദ്ദീൻ റഹ്മാനിയുടെ പക്ഷവും നസീറുദ്ദീനും ഇപ്പൊ പറയുന്നത് ഫൈസൽ മൗലവിയും അതുപോലെയുള്ള ആളുകളും കാഫിറാണ്, മുശ്രിക്കാണ് എന്നാണ്. അപ്പൊ തിരിച്ചടിച്ച് ഫൈസൽ മൗലവി എന്താ പറയുന്നത്? എടോ നീയാണ് കാഫിർ. ഞങ്ങൾ മംഗലാപുരത്ത് വെച്ച് പറഞ്ഞു, കാഫിറെ മുശ്രിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കുഫ്രാരോപണത്തിന്റെയും ശിർക്കാരോപണത്തിന്റെയും പേരിൽ ഈ മുസ്ലിം സമുദായത്തെ വിഭജിക്കരുതേ. എന്തേ ഇരിക്കാനോ? അതുകൊണ്ട് ഇപ്പോ നസീറുദ്ദീൻ റഹ്മാൻ ഇപ്പൊ എവിടെയുള്ളതെന്ന് അറിയോ? ഞങ്ങളെ കാഫിറാക്കാൻ വേണ്ടി മംഗലാപുരത്ത് സംവാദത്തിന് വേണ്ടി വന്ന നസീറുദ്ദീൻ റഹ്മാൻ ഇപ്പോ ഫൈസൽ മൗലവിയും സക്കരിയയും കാഫിറാണ് എന്ന് പറയുന്ന മേഖലയിലേക്ക് കുടിയേറി പാർത്തിരിക്കുന്നു. ഇതാണ് മംഗലാപുരം സംവാദത്തിന്റെ സവിശേഷത. ആലോചിക്കണം. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇങ്ങനെ മുസ്ലിമീങ്ങൾക്കതിൽ കുഫ്ർ ആരോപിച്ചുകൊണ്ട് കാഫിറെ 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 എന്ന കാഫിന്റെയും ഫാഇന്റെയും റായിന്റെയും ഈ ഒരൊറ്റ സൗണ്ടുമായിട്ട് മരിച്ചു പോകേണ്ടുന്ന ഒരു ദാരുണമായ ദുരവസ്ഥയിലേക്ക് പരിണമിക്കാതെ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ തൗബ ചെയ്തുകൊണ്ട് അഹ്ലുസുന്നയുടെ മാർഗം സ്വീകരിക്കുക. അല്ലാഹു തആല എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് മൈക്ക് കൊടുക്കുക. പ്രവർത്തകർ കൃത്യമായ സംരക്ഷണം ഏർപ്പെടുത്തണം. ഒരൊറ്റ സദസ്യരെയും അവരിലേക്ക് അതിക്രമിച്ച് കയറുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അവർക്ക് നമ്മളുടെ ഭാഗത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു പോറലേറ്റു എന്നുള്ളൊരു പരാതി പിന്നീട് നമുക്കുണ്ടാവാൻ പാടില്ല. കാരണം ഇവിടെ ഉത്തരവാദപ്പെട്ട നമ്മുടെ നേതാക്കന്മാരുണ്ട്.
കുട്ടികളെ തള്ളി വരാൻ പാടില്ല. നമ്മുടെ പ്രവർത്തകന്മാർ അവിടെ സംരക്ഷണ വലയം തീർത്തിരിക്കുന്നു. ആ വലയത്തിന്റെ ഉള്ളിലേക്ക് തള്ളി വരാൻ നമ്മൾ ഒരൊറ്റ കുട്ടികളും അവിടെ ഇങ്ങോട്ട് തള്ളാൻ പാടില്ല. ആ ബോക്സിന്റെ സംരക്ഷണം, ബോക്സ് മറിച്ചിടരുത് കേട്ടോ, അവിടെ തള്ളാൻ പാടില്ല. പിന്നെ ചോദ്യകർത്താക്കളോട് പറയാനുള്ളത്, ഞങ്ങൾ ഇന്ന പ്രസ്ഥാനത്തിന്റെ വക്താക്കളാണ് എന്നും ആ പ്രാസ്ഥാനികമായി ബന്ധമുള്ള ആളുകൾ ആ ബന്ധം വെളിപ്പെടുത്തുക, പേര് വെളിപ്പെടുത്തുക, നാട് വെളിപ്പെടുത്തുക, ചോദ്യങ്ങൾ ചോദിക്കുക. ഇതായിരിക്കണം ഇവിടെ പാലിക്കേണ്ടുന്ന മര്യാദ. മറ്റു തെറിയഭിഷേകമോ അതല്ലെങ്കിലുള്ള പ്രവണതകളോ ഒന്നും അനുവദിക്കപ്പെടുകയില്ല എന്ന് കൃത്യമായി ഉണർത്തുകയാണ്. അതുകൊണ്ട് എന്റെ പ്രവർത്തകരോട് പറയാനുള്ളത്, പ്രവർത്തകർ സജ്ജരാവുക. മൈക്കയുടെ കൺട്രോളിംഗ് കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടായിരിക്കണം. അതുകൊണ്ട് നമ്മുടെ ചോദ്യകർത്താക്കൾക്ക് ആദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ആ സഹോദരൻ ആരാണെങ്കിൽ അദ്ദേഹത്തിലേക്ക് നിങ്ങൾ മൈക്ക് കൈമാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാനും അതുപോലെ തന്നെ കാര്യങ്ങൾ വിലയിരുത്തുവാനും സത്യപ്രസ്ഥാനത്തിൽ അണിനിരക്കാനും അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ചോദ്യം ചോദിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുന്നി ആദർശ മുഖാമുഖം എന്നാൽ ആദർശപരമായിട്ടുള്ള ചോദ്യം അനുവദനീയമാണോ അതോ സക്കരിയത്തിന്റെ ചോദ്യം മാത്രമേ പാടുള്ളൂ എന്നാണ് ആദ്യം അറിയേണ്ടത്. സുന്നി ആദർശവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാം. സക്കരിയത്തിന്റെ ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് ഭയം വല്ലതും ഉണ്ടെങ്കിൽ അത് പറയാം. അത് മുമ്പിൽ പറയാനല്ലോ. ആദ്യമായിട്ട് നിങ്ങളുടെ പേര് അതുപോലെ തന്നെ ഉള്ള ഒരു മേൽവിലാസമൊക്കെ ഉണ്ടാക്കണം കേട്ടോ. കാരണം സക്കരിയാവാദിയാണെന്നോ അല്ലെങ്കിൽ അപ്പൊ നേരത്തെ പറഞ്ഞാൽ അലിവിതാരിക്കും പറഞ്ഞല്ലോ, മുജാഹിദിനിപ്പോ ഏത് പക്ഷത്താണ് നിൽക്കുന്നതെന്ന് പറയാൻ പേടിയാണ്. കാരണം ഇപ്പൊ അങ്ങാടി കൂടി തലവാർത്ത് നടക്കുന്ന ഒരു കാരാണ്, ജിന്നാണോ ശൈത്താനാണോ എന്ന് ആൾക്കാർ ചോദിക്കുന്നു വിചാരിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് സുന്നി ആദർശവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അൽഹംദുലില്ലാഹ് തൗഫീഖ്. ബിസ്മില്ലാഹ്. എന്റെ പേര് സഫീർ, സ്ഥലം പയ്യോളി, ബീച്ച് റോഡിലെ വീട്. പിന്നെ മുജാഹിദ് ആദർശത്തിലേക്ക് സമസ്തയുടെ SKSFന്റെ മദ്രസയിൽ നിന്ന് പഠിച്ചത്. പക്ഷെ അവരെ ആദർശം തല്ലിപ്പൊളിയാണ്, നരകത്തിലേക്കുള്ള ആദർശമാണ് അവരുടെ എന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നു 5 വർഷം മുമ്പ്. പിന്നെ കാര്യങ്ങൾ പഠിച്ചു, മുജാഹിദ് പ്രസ്ഥാനത്തിൽ വളരെ വ്യക്തമായി അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മനസ്സിലാക്കി. ഇന്ന് അടിയുറച്ച് തലയുയർത്തിക്കൊണ്ട് ടൗണിലൂടെ മുജാഹിദാനെന്നും പറഞ്ഞ് നടക്കുന്നു. പയ്യോളി ടൗണിൽ കൂടി ഈ ആദർശം നെഞ്ചിലേറ്റ് നടക്കുന്നു. ചോദ്യം ചോദിക്കാനുള്ള അവസരമാണ്. മുജാഹിദാന്ന് പറഞ്ഞാൽ നിങ്ങൾ സക്കരിയ മുജാഹിദാണോ, KNM മുജാഹിദാണോ, മടവൂരി മുജാഹിദ്? ഏത് മടവൂരി മുജാഹിദാണെങ്കിൽ മറ്റു രണ്ടാളും കാഫറാക്കും. പിന്നെ സക്കരിയ മുജാഹിദാണെങ്കിൽ KNM നിങ്ങളെ കാഫറാക്കിയിട്ടുണ്ടാവും. നിങ്ങളെ മുജാഹിദിന് ഏത് കൂട്ടത്തിൽ നിങ്ങൾ നാലുകൾ കാഫറാണ്. ഞങ്ങൾ എടുക്കലല്ലോ കേട്ടോ, ഞങ്ങൾ നിങ്ങളെ കാഫറാക്കാൻ വരുന്നില്ല. നിങ്ങൾ മുജാഹിദാണോ കാഫറാണ്? ആരെടുക്കൽ? നിങ്ങളെടുക്കൽ. അപ്പൊ അതവിടെ മാറ്റി വെക്കുക. നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദിക്കും. ആദർശ ചോദ്യത്തിലേക്ക് ആദ്യമായിട്ട് ഖുർആൻ പവിത്രത കൽപ്പിച്ച മാസങ്ങളിൽ ഒന്ന് റമളാൻ ഉൾപ്പെടെ 4 മാസങ്ങൾ വേറെയുമുണ്ട്. ദുൽഹജ്ജ, ദുൽഖഅദ, മുഹറം, റജബ്. ഇതിൽ റബീഉൽ അവ്വലില്ല. എന്തുകൊണ്ട്? കൂടെ വെള്ളിയാഴ്ച പാരായണം ചെയ്യുന്ന ഖുത്ബത്തുൻ നബാത്തയിൽ റബീഉൽ അവ്വൽ മാസം പാരായണം ചെയ്യുന്ന, അതായത് റബീഉൽ അവ്വൽ മാസം 5 വെള്ളിയാഴ്ച കിട്ടുകയാണെങ്കിൽ 5 വെള്ളിയാഴ്ച പാരായണം ചെയ്യുന്ന ഖുത്ബയിൽ നബിയുടെ വഫാത്തിനെ പറ്റി മാത്രമാണ് പറയുന്നത്. എന്നാൽ നബിയുടെ ജനനമോ ജന്മസംബന്ധമായ ഒന്നും പറയുന്നില്ല. പിന്നെ റബീഉൽ അവ്വൽ 12-നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് എന്നതിൽ തർക്കമില്ല. ഈ ദിവസം ജന്മദിനം എന്ന രീതിയിൽ ആഘോഷിക്കാൻ ഇസ്ലാമിൽ എന്താണ് തെളിവ്? പറയാം. ഇരിക്കവിടെ. നിങ്ങൾ മുജാഹിദ് ഉറച്ച മുജാഹിദല്ലേ? അല്ലേ? അല്ല, ഏത് മുജാഹിദാണെന്നുള്ളത് ഉറച്ച മുജാഹിദല്ലേ? ഇനി ഞാൻ പറയട്ടെ, KM മൗലവി ഉറച്ച മുജാഹിദല്ലേ? എന്റെ ചോദ്യം ഇസ്ലാമിലെ തെളിവാണ്. KM മൗലവിയോ? അതെ, നിങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ തരാൻ പോകുന്നത്. ഉറച്ച മുജാഹിദായ
സുഹൃത്തിനോട് പറയട്ടെ, ഒറ്റ ഒരു കൺക്ലൂഷന് വേണ്ടി, ഒരു വിഷയത്തിന്റെ ഒരു തീർപ്പിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു വിശദീകരണത്തിന്റെ ആവശ്യകതയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരു കാര്യം പറയാം. എന്താണ്? KM മൗലവി പോലുള്ള ആൾക്കാർ കുറച്ച മുജാഹിദല്ലേ? അതൊരു മുജാഹിദാണ്. അതെല്ലാം എന്റെ ചോദ്യം. ഇസ്ലാം മുജാഹിദ് എന്ന് പറഞ്ഞാൽ എന്താ? മുജാഹിദ് എന്ന് പറഞ്ഞാൽ മുസ്ലിം എന്നല്ല. മുജാഹിദ് എന്ന് പറഞ്ഞാൽ KM മൗലവിയും അനുയായികളും ഇവിടെ പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനത്തിന്റെ പേരാ മുജാഹിദ്. അല്ലാതെ ഖുർആനിൽ മുജാഹിദുണ്ടോ? ഹദീസിൽ മുജാഹിദുണ്ടോ? സ്വഹാബത്തിന്റെ കാലത്ത് മുജാഹിദുണ്ടോ? 1920 ശേഷം വന്നതല്ലേ മുജാഹിദ്? അപ്പൊ അതുകൊണ്ട് ഞാൻ പറയട്ടെ, KM മൗലവി മുജാഹിദല്ലേ? ആ മുജാഹിദല്ലേ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നത്? ആ KM മൗലവി സാഹിബ് അദ്ദേഹത്തിന്റെ ഈ വിഷയത്തിലുള്ള നിലപാടെന്താ? നിങ്ങൾ ഉറച്ച മുജാഹിദാന്ന് പറഞ്ഞ് തുടങ്ങിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഉറച്ച മുജാഹിദാണെങ്കിൽ നിങ്ങൾ ഉറക്കണം, മുജാഹിദിൽ ഉറക്കണം. മുജാഹിദിന്റെ നബിദിനാഘോഷത്തിന്റെ നിലപാടെന്താ? മുജാഹിദിന്റെ നബിദിനാഘോഷത്തിന്റെ ഞാൻ പറയാം മുജാഹിദിന്റെ നബിദിനാഘോഷത്തിന്റെ നിലപാടെന്താണ്? മുജാഹിദിന്റെ നബിദിനാഘോഷത്തിന്റെ നിലപാട് അവർ പറയട്ടെ. എന്താണ് ഇതിൽ പറയുകയാണ്? വളരെ കൃത്യമായി പറയുകയാണ്. മേൽപ്പറഞ്ഞ സംഗതികൾ പ്രദാനം ചെയ്യുന്ന ഒന്നാണ് മൗലിദിന്റെ മജ്ലിസ്. അൽ മുർഷിദ് എന്ന KM മൗലവിയുടെ പത്രാധിപത്യത്തിൽ പ്രസിദ്ധീകരിച്ച മുജാഹിദിന്റെ ഔദ്യോഗിക പത്രം, 1950 വരെ ജീവിച്ച ആ മുജാഹിദ്, ഒറിജിനൽ മുജാഹിദ്. ഇപ്പത്തെ KNMകാർ പറയുന്നു സക്കരിയാക്കൾ ഒറിജിനൽ അല്ല, സക്കരിയാക്കൾ പറയുന്നു KNMകാർ ഒറിജിനൽ അല്ല. അങ്ങനെ ഓരോ കൂട്ടരും മറ്റേ കൂട്ടരും ഒറിജിനൽ അല്ല എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുന്നുണ്ട്. അത് ശരിയാണ്. എന്നാൽ ഒറിജിനാലിറ്റിക്ക് ഒരു കളങ്കവുമില്ലാത്ത നിങ്ങളുടെ 1950 മുമ്പുള്ള നേതാക്കന്മാരുണ്ടല്ലോ, അവര് പറയട്ടെ മൗലിദിന്റെ മജ്ലിസ് ഈ കാര്യങ്ങൾ സാധിക്കുന്ന ഒരു സദസ്, ഒരു പുണ്യ സദസ്സു തന്നെയാണ്. അതിൽ സംബന്ധിക്കുവാൻ തൗഫീഖ് ലഭിക്കുന്നവർ ഭാഗ്യവാന്മാരുമാണ്. എന്നിട്ട് പറയാണ്, ഇത്തരക്കാർ മൗലിദിന്റെ യോഗത്തിൽ വന്നു ചേരുകയും നബിചര്യകളെ കേട്ട് മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ചെയ്യും. അന്ന് മുസ്ലിം ലോകം ഒന്നായി കൊണ്ടാടുന്ന മൗലിദ് യോഗത്തിൽ നബിയുടെ ശരിയായ നടപടിക്രമം വിവരമായി പറഞ്ഞുകൊടുക്കും. എന്നിട്ട് പറയാണ്, ആ മൗലിദിന്റെ ഓരോ കാര്യങ്ങളും, ഇവരാഘോഷിച്ച ഓരോ കാര്യങ്ങളും ഇവരുടെ മുജാഹിദുകളാണ് എഴുതി വെക്കുന്നത്. ഇത് സുന്നികളല്ല. 1950 മുമ്പിൽ, അതിന്റെ മുമ്പ് സുന്നികളെക്കാൾ 10 മടങ്ങ് ശക്തിയോടെ ഇവിടെ മൗലിദ് ആഘോഷിച്ചത്. സ്വന്തം ബാപ്പ ആഘോഷം പറയുമ്പോ എന്ത് പോയത്തക്കാരനാ നോക്കി. ഈ സന്ദർഭത്തിൽ 2 കൊല്ലമായി മുസ്ലിം ഐക്യസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരാറുള്ള മൗലിദാഘോഷം ഈ പ്രാവശ്യവും റബീഉൽ അവ്വൽ 12-ാം തീയതി ഭംഗിയായി കഴിഞ്ഞുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് സുന്നി ആദർശം മാത്രമല്ല, ഇത് മുജാഹിദിന്റെ ആദർശവുമാണ്. ഒറിജിനൽ മുജാഹിദാണെന്നാണ് ഇയാൾ പറഞ്ഞു തുടങ്ങിയത്. അതും വെച്ചിട്ട് തന്നെ നമ്മൾ പറയുന്നു, ഒറിജിനൽ മുജാഹിദ് നബിദിനം ആഘോഷിച്ചിട്ടുണ്ട്. ഒറിജിനൽ മുജാഹിദ് നബിദിനം സമുചിതമായി ആഘോഷിച്ചിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന്റെ ചോദ്യം എന്താണ്? അദ്ദേഹത്തിന്റെ ചോദ്യം, ഖുർആനിൽ റബീഉൽ അവ്വൽ എന്നുള്ള നാമത്തെ കുറിച്ചോ റബീഉൽ അവ്വലിന്റെ മഹത്വത്തെ കുറിച്ചോ പറഞ്ഞിട്ടില്ല. നമ്മൾ ആരെങ്കിലും പറഞ്ഞോ ഖുർആനിൽ റബീഉൽ അവ്വലിന്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട്? എന്റെ ചോദ്യം, അതെ, നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി വ്യക്തമായിട്ട് പറയട്ടെ. വ്യക്തമായി തന്നെ പറയുന്നത് മലയാളത്തിലാണ് പറയുന്നത്, അറബിയിലോ ഇംഗ്ലീഷിലല്ല. ഇതെന്ത് അവ്യക്തതയുള്ളത്? നിങ്ങളുടെ ചോദ്യം എന്താണ്? ഖുർആനിൽ റമദാൻ, മറ്റു പവിത്രമാസങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ റബീഉൽ അവ്വൽ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒറിജിനൽ മുജാഹിദല്ലേ നബിദിനം വളരെ സമുചിതമായി കൊണ്ടാടിയത്? അവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത് സുന്നി മുജാഹിദും തമ്മിൽ തർക്കത്തിലുള്ള വിഷയമല്ലല്ലോ. ആണെങ്കിൽ KM മൗലവി നരകത്തിൽ പോട്ടെ എന്ന് പറയൂ. മൈക്കെടുത്ത് പറയണം. നിക്ക്. നബിദിനാഘോഷം ശിർക്കാണ് എന്നാണ് സക്കരിയ പക്ഷം ഇപ്പോൾ പറയുന്നത്. നബിദിനാഘോഷം ശിർക്കാണെന്നാണ് സക്കരിയ പക്ഷം ഇപ്പോൾ പറയുന്നത്. ആ നബിദിനം ആഘോഷിച്ച സ്വന്തം ആദർശ ഗുരുവായ KM മൗലവിയും മറ്റൊരു ഗുരുവായ EK മൗലവിയും സകലമാന ഗുരുക്കന്മാരും നരകത്തിൽ പോട്ടെ എന്ന് പരസ്യമായി പറയണം. അബൂജഹൽ ചെയ്ത അബൂജഹൽ നരകത്തിൽ പോട്ടെ എന്ന് നിങ്ങൾ പറയില്ലേ? അതേപോലെ KM മൗലവിയും പോട്ടെ എന്ന് നിങ്ങൾ പറയേണ്ടി വരും. കാരണം നിങ്ങൾ KM മൗലവിയെ മുശ്രിക്കാക്കിയിരിക്കുന്നു. KM മൗലവിയെ നിങ്ങൾ കാഫിറാക്കിയിരിക്കുന്നു. ഒന്ന്. പിന്നെ അടുത്ത ചോദ്യം എന്താ?
നബാത്തി ഖുതുബയില് എന്റെ റബീഉൽ അവ്വൽ റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഞാൻ പറയട്ടെ, നബാത്തിയ ഖുതുബ മുഹറം ആദ്യത്തെ വെള്ളിയാഴ്ചത്തെ ഖുതുബ മുതൽക്ക് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്ക് അറബി അറിയോ? അറിയില്ലായിരിക്കാം. എന്നാൽ ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ഖുതുബ നിർവഹിക്കുന്ന ഒരാളാണ്. ഞാൻ എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാം. നബാത്തിയ ഖുതുബയിലുള്ള പ്രമേയം, നബാത്തിയ ഖുതുബയിൽ ജനങ്ങളെ ഉത്ബോധനപ്പെടുത്തുന്ന പ്രമേയം എന്ന് പറയുന്നത് ജനങ്ങളെ തഹ്വീഫിന്റെ ബാബുകളാണ്. തഹ്വീഫ് എന്ന് പറഞ്ഞാൽ മരണം, പരലോകം, ഖബർ ശിക്ഷ, നരകശിക്ഷ, വൻദോഷങ്ങൾ ചെയ്താലുള്ള ശിക്ഷകൾ ഇത്യാദി ആളുകളിൽ വരുന്ന ദോഷങ്ങളെ കുറിച്ച് ഭയപ്പെടുത്താനും അള്ളാഹുവിന്റെ അദാബിനെ കുറിച്ച് പേടിപ്പിക്കുവാനും ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു ഉത്ബോധനത്തിന്റെ ഒരു സമാഹാരമാണ് നബാത്തിയ ഖുതുബ എന്ന് പറയുന്നത്. ആ നബാത്തിയ ഖുതുബയിൽ റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷം പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നബാത്തിയ ഖുതുബയിൽ റസൂലുള്ളാഹിന്റെ ജന്മദിനാഘോഷം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്? പറഞ്ഞു? ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ അദ്ദേഹം പറഞ്ഞില്ല എന്നതുകൊണ്ട് അത് തെറ്റാന്ന് വരുമോ? നിങ്ങൾ തന്നെ നിങ്ങളുടെ ഇസ്ലാഹിൽ എഴുതിയിട്ടുണ്ട്, ഒരാള് ജിന്നിനോട് സഹായം ചോദിച്ചിട്ടില്ല എന്നതുകൊണ്ട് സഹായത്തേട്ടം ശിർക്കാണെന്ന് വരില്ല. സക്കരിയാക്കൾ ഇസ്ലാഹിൽ എഴുതിയിട്ടുണ്ട്. ഒരു കാര്യം ഇല്ല എന്നതുകൊണ്ട് അത് തെറ്റാണെന്ന് വരില്ല. നിങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ നബാത്തിയ ഖുതുബയിലില്ല എന്നുള്ളത് ഒരിക്കലും തന്നെ നബിദിനാഘോഷത്തിന്റെ പ്രാമാണികതയെ ചോദ്യം ചെയ്യാനുള്ള ഒരു തരിമ്പിനും നിങ്ങൾക്ക് അവകാശമില്ല എന്നാണ് നിങ്ങളുടെ ചോദ്യത്തിന്റെ വ്യക്തമായ മറുപടി. എന്റെ ചോദ്യം ഞാൻ വ്യക്തമാക്കിയിട്ടും വ്യക്തമാകാത്ത രീതിയിലായ സംശയം. ഞാൻ ചോദിച്ചത് ഇത് ആഘോഷിക്കാൻ ഇസ്ലാമിൽ എന്താ തെളിവെന്ന്. അപ്പൊ നിങ്ങൾ പറയട്ടെ, നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഒറിജിനൽ മുസ്ലിമാന്നല്ല പറഞ്ഞത്. ഇത് അല്ല, ഈ കപട നാടകം ജനങ്ങൾ മനസ്സിലാക്കണം. ഇത് ഞാൻ ഒറിജിനൽ മുസ്ലിമ എന്നല്ല അയാൾ പറഞ്ഞത്, ഞാൻ ഒറിജിനൽ മുജാഹിദ എന്നാ പറഞ്ഞത്. മുജാഹിദ് എന്ന് പറഞ്ഞാൽ നബിയുടെ കാലത്ത് മുജാഹിദ് എന്നുള്ള നാമല്ലല്ലോ, സഹാബത്തിന്റെ കാലത്തില്ലല്ലോ, താബിഈങ്ങളുടെ കാലത്തില്ലല്ലോ. അത് കേരള നേതൃത്വത്തിൽ മുജാഹിദ് എന്ന പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തോടുകൂടി മുസ്ലിം കേരളത്തിന് മാത്രമുള്ള ഒരു പേരാണല്ലോ മുജാഹിദ്. ആ ഒറിജിനൽ മുജാഹിദാണ് ഞാൻ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആ ഒറിജിനൽ മുജാഹിദായ നിങ്ങൾ അണിചേർന്ന പ്രസ്ഥാനത്തിന്റെ നായകന്മാർ നബിദിനം ആഘോഷിച്ചു. നിങ്ങൾ പറയട്ടെ നിങ്ങൾ അണിനിരന്ന പ്രസ്ഥാനത്തിന്റെ നായകന്മാർ നബിദിനം ആഘോഷിച്ചതിന്റെ പച്ചയായ രേഖ ഞങ്ങൾ ഉയർത്തി കാണിച്ചു. ആ മുജാഹിദ് മുസ്ലിമാണോ അല്ലേ? ആ മുജാഹിദ് നബിദിനം ആഘോഷിച്ചതിന്റെ പേരിൽ നിങ്ങളുടെ ഇസ്ലാഹ് മാസികയിൽ കൃത്യമായി എഴുതിയിരിക്കുന്നു അത് ശിർക്കായിരുന്നു. നബിദിനാഘോഷം ശിർക്കാണ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നബിദിനാഘോഷം ശിർക്കാണെങ്കിൽ KM മൗലവി മുശ്രിക്കാണോ? അത് പറയില്ല. അവനാന്റെ നെഞ്ചിക്ക് വെടിയേക്കുമ്പോ മാറിക്കാം, മറ്റോന്റെ നെഞ്ചിക്ക് വെടിയേക്കാം. ഈ ഏർപ്പാട് ശരിയല്ല. നബിദിനാഘോഷം ഇസ്ലാമിക പ്രമാണങ്ങൾ കൊണ്ട് വളരെ കൃത്യമായി വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. നബിദിനാഘോഷത്തിലുള്ള ഓരോ കാര്യങ്ങളും ഇസ്ലാമിക പ്രമാണം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് KM മൗലവി നബിദിനാഘോഷിച്ചത്. പക്ഷേ നിങ്ങൾ ഒറിജിനൽ മുജാഹിദ് അല്ല, നിങ്ങൾ വ്യാജ മുജാഹിദാണ്, കപട മുജാഹിദായ ചോദ്യക്കാരനായ സഹോദര, നിങ്ങളുടെ 950കൾക്ക് മുമ്പുള്ള യഥാർത്ഥ മുജാഹിദുകളെല്ലാം നബിദിനാഘോഷം സുന്നികളെക്കാൾ സമുചിതമായി കൊണ്ടാടിയതിന്റെ രേഖ ഞങ്ങൾ വെളിപ്പെടുത്തി. അതിനെക്കുറിച്ച് അയാൾക്ക് കാമമുണ്ടാട്ടല്ല. ഞാൻ പറയട്ടെ നബിദിനാഘോഷത്തിന്റെ ഇസ്ലാമികത നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കൂ സഹോദര. നബിദിനാഘോഷത്തിന്റെ ഇസ്ലാമികത നിങ്ങൾ അതിന്റെ പേരിൽ ഞങ്ങൾ കാഫിറാണ് മുശ്രിക്കാണെന്ന് വിശ്വസിക്കുമ്പോൾ എന്തുകൊണ്ട് KM മൗലവി കാഫിറാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല? അതൊരു ചോദ്യമല്ലേ? ഇത് ഞങ്ങൾക്കും നിങ്ങൾക്കും ഒരുപോലെ ബാധകമായതാണ്. ഞങ്ങളെക്കാൾ കൂടുതൽ നബിദിനം ആഘോഷിച്ചവർ മുജാഹിദീങ്ങളാണ്. ആ മുജാഹിദുകളോട് എന്താ നിങ്ങളിത് ചോദിക്കാത്തത്? അവരെന്തുകൊണ്ട് മുശ്രിക്കായില്ല? അവരെന്തുകൊണ്ട് മുർത്തദി ആയില്ല? ഇസ്ലാഹ് മാസിക 2008 നിങ്ങൾ എഴുതിയല്ലോ നബിദിനാഘോഷം ശിർക്കാണെന്ന്. ഞങ്ങളുടെ കയ്യിലിതാ അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട്
നബിദിനാഘോഷം ഇസ്ലാമിക പ്രമാണങ്ങളാൽ സ്ഥിരപ്പെട്ടതാണ്. നബിദിനാഘോഷം ഏതു ഭാഗത്താണ് അനിസ്ലാമികതയുള്ളത് എന്ന് ഇതുവരെ ഒരാൾക്കും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഇതിന്റെ വസ്തുത. സുഹൃത്ത്, ഈ ഖുതുബ, നബാത്തി ഖുതുബയിലെ ഒന്നാമത്തെ റബീഉൽ അവ്വൽ മാസത്തിലെ വെള്ളിയാഴ്ച ഓതാനുള്ള ഖുതുബ, ആ ഖുതുബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അയ്യുഹന്നാസ് എന്ന് തുടങ്ങിയിട്ട് പറയുന്ന ഭാഗങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. സുഹൃത്തിന് അതിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് അല്ല എന്ന രൂപത്തിൽ ഏതെങ്കിലും രൂപത്തിൽ അർത്ഥം വെക്കാൻ പറ്റുമെങ്കിൽ മൈക്ക് കൊടുക്കൂ, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഒന്നാമത്തെ റബീഉൽ അവ്വൽ മാസത്തിലെ ഒന്നാമത്തെ മാസത്തിൽ പറയുന്ന ഖുതുബ, ആ ഖുതുബ വായിക്കാം. സുഹൃത്ത് അത് പരിശോധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇവിടുന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇതാ നബാത്തിയ ഖുതുബ. ഇനി നബാത്തിയ ഖുതുബ അല്ലാന്ന് പറയുന്നത് പരിശോധിക്കാവുന്നതാണ്. ഇത് എല്ലായിടത്തും റെക്കോർഡാകണമല്ലോ. വെറുതെ എന്തെങ്കിലും കളവ് നിങ്ങൾ പറയരുത്. ഇതിൽ പറയുന്ന കാര്യത്തിൽ പറയുന്നു വലഖദ് അതാഖു ഫീ മിത്ലി ശഹരിക്കും ഹാദാ മിൻ റുസുലി റബ്ബിൽ കിറാം. എന്താണ് ഇതിന്റെ അർത്ഥം? പറയും. അയ്യുഹന്നാസോട് പറഞ്ഞു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഇന്നഹു ലൈസ അഹദുൻ അക്രമ അലല്ലാഹി മിൻ നബിയ്യി വലാ അശ്റഫ ഇൻദഹു മുഹമ്മദിൻ നജിഹി വസഫിയ്യി വഇന്നഹു ലം യുഅഖർ ഇൻദ ഖിലായി മുദ്ദതി വലം യുഅമ്മർ ഇൻദ ഹുദൂരി മനിയ്യതി വലഖദ് അതാഖു ഫീ മിസ്ലി ശഹരിക്കും ഹാദാ മിൻ റുസുലി റബ്ബിൽ കിറാം. നബി തങ്ങളുടെ മദ്ഹ് മുഴുവൻ പറയുന്നത് അതല്ലല്ലേ മൗലൂദ്? നബാത്തിയ ഖുതുബ ഹുക്മ് പറയുന്ന കിതാബാണോ? ഇന്നത് കറാഹത്താണ്, ഇന്നത് ഹറാമാണ് എന്ന് പറയുന്ന ഫിഖിന്റെ കിതാബാണോ നബാത്തിയ ഖുതുബ? നബാത്തിയ ഖുതുബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് മാസത്തിൽ പറയുന്നത് അതന്നെയാണ് മൗലൂദ് പാരായണം എന്ന് പറയുന്നത്. ഒരു മൗലൂദ് കിതാബിൽ ഉണ്ടാകുന്ന ഒരു ഏടിൽ ഉണ്ടാകുന്ന ഒരു ഹദീസിനെ പോലെ ഒരു ഹദീസാണ് ഒന്നാമത്തെ ഖുതുബ. നബി തങ്ങൾ ഈ മാസത്തിലാണ് ജനിച്ചത് എന്നതിൽ പറയുന്നു. ഇന്ന് തുടങ്ങി അയ്യുഹന്നാസ്, സാധാരണ സലാത്ത് കഴിഞ്ഞാൽ നബി തങ്ങളുടെ മദ്ഹ് പറയലുണ്ട്, ഞാൻ വായിച്ചിട്ടില്ല, അത് ഇതിലുണ്ട്. അത് കഴിഞ്ഞിട്ട് അയ്യുഹന്നാസ് കഴിഞ്ഞതിന് ശേഷം നബി തങ്ങളെ കുറിച്ചാണ് മൊത്തം പറയുന്നത്. ഇല്ല എന്ന് സുഹൃത്തിന് പറയാൻ സാധ്യമാണോ? ഈ കിതാബ് വെച്ചുകൊണ്ട് ഇതിന്റെ അർത്ഥം പറഞ്ഞിട്ട് നബി തങ്ങളുടെ മദ്ഹ് അല്ല ഇതിൽ പറയുന്നത് എന്ന് പറയാൻ സാധ്യമാണോ? ആരുടെ എഴുതിയെന്ന് മേച്ചറുകൊണ്ട് പറയട്ടെ. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഇതിൽ നബി തങ്ങളുടെ മദ്ഹ് ഇല്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? ഇല്ലേ? ഒരു മിനിറ്റ്, ഞാൻ ഫസ്റ്റ് ചോദിച്ചത് എന്തായാലും ആ ചോദ്യത്തിലേക്ക് ആദ്യം അത് ക്ലിയർ ആക്കിയിട്ട് അങ്ങോട്ട് കടക്കാം. ഞാൻ ഈ വിഷയത്തിനെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? മറ്റേത് മുമ്പ് തെളിവ് പറഞ്ഞല്ലോ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് റബീഉൽ അവ്വൽ 12-നാണ് എന്ന് മുസ്ലിം ലോകത്ത് സംശയമില്ല. ആ ദിവസത്തെ ആഘോഷം എന്ത്? രണ്ടാമത് നിങ്ങൾ ഈ ജന്മദിനം ആഘോഷിക്കുന്നതിന് ഇസ്ലാമിക തെളിവ് ഉമർ മൗലവിയോ അല്ലെങ്കിൽ ഇങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആരാഘോഷമല്ല. മുജാഹിദ് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവൻ എന്നാണ്. ഞാൻ അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന, അല്ലാതെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ സീതിട്ടവരോ കേന്നമോ ഇങ്ങനെ ഉമർ മൗലവി ഇവരൊന്നും കാണിക്കണ്ട. മരിച്ചിട്ട് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വേർതിരിക്കുമ്പോ അല്ലെ ഖബർ മുതൽ നമ്മൾ ഒറ്റക്കാ, ചോദ്യം ഒറ്റക്കാ. അല്ലാണ്ട് ഇനി കേന്നമ്മലാളാ ഇനി ഒന്നായിട്ട് സ്വർഗത്തില്, ഇനി എസ് കെ സഭ ഇനി ഒന്നായിട്ട് സ്വർഗത്തില്, ഇതല്ല. അതുകൊണ്ട് എന്റെ ചോദ്യം ഇസ്ലാമിലെ തെളിവാണ്. ഇസ്ലാമിന് തെളിവ് പറഞ്ഞാൽ മതി, അല്ലാണ്ട് എന്തെങ്കിലും തെളിവ് വേണ്ട. അപ്പൊ അദ്ദേഹം ഇപ്പൊ എന്ത് വരുത്തി? മുജാഹിദ് എന്ന് പറഞ്ഞ അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ആളാണ് മുജാഹിദ്. അതേ സമയത്ത് ഇവിടെ മൗലിദ് ആഘോഷമൊന്നും മുജാഹിദല്ല. പറയണം, ഇത് നിങ്ങളുടെ മുജാഹിദിനോട് പറയണം. കെ എം മൗലവി മുജാഹിദല്ല പറയൂ. ഇ കെ മൗലവി മുജാഹിദല്ല പറയൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇസ്ലാഹ് മാസിക 2013 മെയ് ലക്കത്തിൽ കെ എം മൗലവിയെ നവോത്ഥാന നായകനായിട്ട് നിങ്ങൾ എന്തിനാ പച്ചക്കള്ളം ജനങ്ങളോട് പറഞ്ഞത്? നവോത്ഥാന നായകനാണ് കെ എം മൗലവി എന്നല്ലേ നിങ്ങളുടെ അവകാശവാദം? ഇപ്പൊ പറയുന്നു കെ എം മൗലവി മുജാഹിദല്ല, ഞാൻ മാത്രമാണ് മുജാഹിദ്. പിന്നെന്താ ഒരു ചോദ്യം, വലിയ ചോദ്യം, നിങ്ങൾ സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ്. നന്നായി കേൾക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ദിവസമാണ് റബീഉൽ അവ്വൽ 12. ആ 12-ന് പിന്നെ ആഘോഷിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം, അല്ലേ? അതല്ലേ ചോദ്യം? ഒന്നുകൂടി ആ ചോദ്യം മാത്രം ചോദിച്ചാൽ മതി. റബീഉൽ അവ്വൽ 12 ദുരന്തങ്ങൾ വെച്ച് ദുരന്തത്തിൽ ഏറ്റവും വലിയ സങ്കടപ്പെടുന്ന ദിവസമാണ് റബീഉൽ അവ്വൽ 12. ഏറ്റവും സങ്കടം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു നബി വഫാത്തായി എന്ന് പറഞ്ഞാൽ അവനെ തലയാൻ പറ്റുമെന്ന് പറഞ്ഞു. ആ ദിവസം ഇന്ന് സുന്നികൾ റോട്ടുമ്മ കയറിയിട്ട് നബി പറഞ്ഞു വൈല തടസ്സം നീക്കണം, നിങ്ങൾ ഈമാന്റെ അവസാനത്തെ ശാഖയാണ്, ആ വൈല തടസ്സം ക്ലിയറാക്കണം. ഇന്ന് റോട്ടുമ്മ കയറി ബ്ലോക്കാക്കിയിട്ട് ജനങ്ങളെ വൈ തടസ്സപ്പെടുത്തിയിട്ട് നബിയുടെ പേരിലൊരു സുന്നത്ത് ജാഥ. ഇതാണ് എനിക്കറിയേണ്ടത്. സുഹൃത്തെ, നന്നായി മനസ്സിലാക്കണം. ദുരന്തത്തിൽ മുസ്ലിങ്ങൾ ദുഃഖിക്കാൻ പാടില്ല.
ദുരന്തത്തിന് അനിയന്ത്രിതമായി മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത കൺട്രോൾഡ് അല്ലാത്ത ദുഃഖങ്ങൾ അത് തക്ലീഫ് ചെയ്യപ്പെട്ടിട്ടില്ല. അതിനുശേഷം ദുരന്തത്തെ ഓർത്തുകൊണ്ട് ദുഃഖിക്കാൻ പാടില്ല. ഇസ്ലാമിന്റെ നിയമത ലാ തഹ്സൻ, ദുഃഖിക്കാൻ പാടില്ല. എന്തുകൊണ്ട് നമ്മൾ സന്തോഷിക്കുന്നു, എന്തുകൊണ്ട് ദുഃഖിക്കുന്നില്ല? അല്ലേ? സബ്ർ ചെയ്യണമെന്നാണ്. അസ്സബ്ർ ഇൻദ സദ്മത്തിൽ ഊലാ, മുസീബത്ത് വരുമ്പോൾ ക്ഷമിക്കണം. ഇസ്ബിറു വസാബിറു വറാബിതു, നിങ്ങൾ ക്ഷമിക്കണം. വതവാസൗ ബിസ്സബ്രി വതവാസൗ ബിൽ മർഹമ, ഖുർആൻ പറയണം. പരസ്പര കാരുണ്യം കൊണ്ട് നിങ്ങൾ വസിയത്ത് ചെയ്യണം, ക്ഷമ പുലർത്താൻ വേണ്ടി കൽപ്പിക്കണം. അപ്പൊ മുസീബത്തിന്റെ പേരിൽ അക്ഷമരാകാനോ അതിന്റെ പേരിൽ ദുഃഖിതരാവാനോ ഇസ്ലാമിൽ അനുവാദമില്ല. പറയട്ടെ, പറഞ്ഞു തീരട്ടെ. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ ദിവസമാണ് 12 എന്നതിന്റെ പേരിൽ ഇവിടെ ദുഃഖമാചരിക്കണമെന്ന കപട സിദ്ധാന്തം അത് ശരിയല്ല, ഇസ്ലാമികമായ ഹറാമാണ്. ദുഃഖിക്കല്ലേ വേണ്ടത്? പാടില്ല. 2 ദുഃഖാചരണങ്ങൾ മാത്രമേ ഇസ്ലാമിലുള്ള, ഒന്ന് നിർബന്ധം, മറ്റേത് ജായിസ്. ഏതാണത്? ഭർത്താവ് മരിച്ച ഭാര്യ 4 മാസവും 10 ദിവസവും ഇദ്ദയുടെ കാലയളവിൽ നടത്തുന്ന ഇഹ്ദാദ് എന്ന് പറയുന്ന ദുഃഖാചരണം. അത് ഫിഖഹിന്റെ കിതാബുകളിലും ഹദീസുകളിലും വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. രണ്ടാമതൊരു ദുഃഖാചരണമുണ്ട്. ഭർത്താവല്ലാത്ത അന്യ ആളുകൾ വഫാത്തായി പോയാൽ ആ വിഷയത്തിൽ സ്ത്രീകൾക്കു വേണമെങ്കിൽ 3 ദിവസം വരെ സുഗന്ധമൊന്നും പൂശാതെയുള്ള ദുഃഖാചരണം ചെയ്യാം. സഹീഹുൽ ബുഖാരിയിൽ പറയാം. ഇത് രണ്ടുമല്ലാത്തൊരു ദുഃഖാചരണം ഇസ്ലാമിലില്ല. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് ആ പ്രത്യേക ഘട്ടത്തിൽ വാള് പിടിച്ചതോ അത് ആ ഒരു ഘട്ടത്തിൽ അനിയന്ത്രിതമായി വന്നതാണ്. അത് തക്ലീഫിന് വിധേയമല്ല, അത് തക്ലീഫിന് വിധേയമായ ദുഃഖാചരണമല്ല. അതുകൊണ്ട് 12 റസൂലിന്റെ വഫാത്തിന്റെ പേര് പറഞ്ഞിട്ട് ദുഃഖമാചരിക്കണം, അങ്ങനെയല്ലേ വേണ്ടത് എന്നുള്ളത് അനിസ്ലാമികമായ വാദമാണ്, അനിസ്ലാമികമാണ്. അപ്പോ ജന്മദിനാഘോഷത്തെ ഖണ്ഡിക്കാൻ വേണ്ടി വഫാത്തിന്റെ കാര്യം പറയുകയും എന്നിട്ട് അത് ദുഃഖിക്കുകയല്ലേ വേണ്ടത് എന്നാവശ്യപ്പെടുകയും ചെയ്യുന്ന രീതി ഇസ്ലാമികമല്ല. മനസ്സിലായില്ലേ? പിന്നെ ഇവിടെ പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ റസൂലിന്റെ തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന ആ കൂട്ടത്തിൽ റബീഉൽ അവ്വലിൽ ഒന്നാമതായിട്ട് തന്നെ പറയുന്നത് ഈ മാസത്തിലാണ് ആ പുണ്യനബി നിങ്ങൾക്ക് സമാഗതമായിരിക്കുന്നത്. ഈ വലഖദ് അതാഹു ഫീ മിസ്ലി ശഹരികും ഹാദാ മിൻ റുസുലി റബ്ബിഹിൽ കരീം. ഈ മാസത്തിലാണ് അള്ളാഹുവിന്റെ വിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളിലേക്ക് സമാഗതമായിരിക്കുന്നത് മുഅ്മിനീങ്ങളെ എന്നിങ്ങനെ റസൂലിനെ എന്നിട്ടിങ്ങനെ വർണ്ണിക്കുകയാണ്. അപ്പോ റബീഉൽ അവ്വൽ പ്രമാണിച്ച് റസൂലുള്ളാഹിന്റെ ജന്മത്തെ തീരെ പരാമർശിച്ചിട്ടില്ല എന്നൊന്നും ആരും ഒന്നും പറയണ്ട. അതേസമയത്ത് ജന്മദിനാഘോഷത്തിന്റെ അഹ്കാമും ഹുക്കുമും അതിന്റെ ഹറാമാണോ കറാഹത്താണോ, അതിന്റെ വിധി എന്താണ്, അതിന്റെ പ്രമാണം എന്താണ്, ഇത് ഇങ്ങനെയുള്ള ഒരു പ്രമേയം, അങ്ങനെയുള്ള ഒരു വിശദീകരണം നബാത്തിയ ഖുതുബയിൽ ഉണ്ടാവൂല. നബാത്തിയ ഖുതുബ അത് മറ്റൊരു രൂപത്തിൽ ചർച്ച ചെയ്തു പോകുന്ന ഒരു ഗ്രന്ഥമാണ്. ഇത് ഫിഖഹിന്റെ ഗ്രന്ഥമല്ല. ഫിഖ് കിതാബ് നെഗോഷൻ സുന്നത്താന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഞാന് തുടക്കം ചോദിച്ചു ഇസ്ലാമിലെ തെളിവാണ്. ഉസ്താദ് പറഞ്ഞാൽ ഇസ്ലാമിലെ തെളിവ് ഇതാണ്, അൽമനാറു അല്ല മുർസി ഇതൊന്നും കാണിക്കണ്ട, ഇസ്ലാമിൽ നബിദിനം ആഘോഷിക്കാൻ തെളിവിതാണ് എന്ത് പറയാ. അല്ലാതെ ഇങ്ങനെ വെറുതെ ഓരോ കിതാബ് എടുത്ത് പോകണ്ട. ഇസ്ലാമിലെ തെളിവ് ഇതാ, ഞങ്ങൾ നബിദിനം. ഇനി നബി ജനിച്ചത് തിങ്കളാഴ്ചയാണ്, അന്ന് സുന്നത്ത് നോമ്പ് സുന്നത്ത് തിങ്കളാഴ്ച തിങ്കളും വ്യാഴം നോമ്പ് സുന്നത്തുണ്ട്. അതിൽ സുന്നത്ത് നോമ്പ് തിങ്കളാഴ്ചത് നബി പറഞ്ഞെന്താരോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ജനിച്ച ദിവസമാണ് നിങ്ങൾ നോമ്പെടുത്ത് അങ്ങനെ അത് ആഘോഷിക്കണം. നോമ്പെടുത്തിട്ട് അള്ളാന്റെ പുണ്യം സ്വീകരിച്ച് അങ്ങനെ ആഘോഷിക്കും. തിങ്കളാഴ്ച നോമ്പെടുത്ത് ആഘോഷിക്കും. അന്ന് ഇവിടെ റോട്ടിൽ ബിരിയാണിയും വെള്ളവും എല്ലാം നബിദിനം തിങ്കളാഴ്ച ആണെങ്കിൽ ഏത് ദിവസമായാലും ഇതാണ് നടക്കുന്നത്. ഈ കൊല്ലത്തെ റബീഉൽ അവ്വൽ മിക്കവാറും ചൊവ്വാഴ്ച ഉണ്ടാകുക, തിങ്കളാഴ്ച അല്ല കേട്ടോ. ഒരു കഥയില്ലാതെ ഇങ്ങനെ മൈക്കിൽ എന്തെങ്കിലും പറയാം. പക്ഷെ നോളവാണ്ടേ, അല്ല മൈക്ക് തരാ, ദുരുപയോഗം ചെയ്ത മൈക്കേറ്റ് എപ്പോഴാ നബിദിനാഘോഷം വരാവുന്നതെന്നും കൂടി ആളെ ആലോചിച്ചിട്ടില്ല. എന്തിനാ തിങ്കളാഴ്ചയുടെ? ഇപ്പോ അദ്ദേഹം ഒറിജിനൽ മുജാഹിദാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോ അദ്ദേഹം ഒറിജിനൽ മുജാഹിദികളെ കാഫറാക്കിയിരിക്കുന്നു അല്ലേ?
കെ മൗലവി ശിർക്ക് ചെയ്തിരിക്കുന്നു. ഒറിജിനൽ മുജാഹിദ് കെ മൗലവി. അപ്പൊ അയാൾ പറഞ്ഞെന്താ, മുജാഹിദ് എന്ന് പറഞ്ഞാൽ കെ മൗലവി ഒന്നല്ല, അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തിട്ട് എന്നിട്ട് ഇങ്ങനെ ഷഹീദായി വരികയാണല്ലോ. കേട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോയ ആളെ ഏത് യുദ്ധത്തിലാണ് നിങ്ങൾ പങ്കെടുത്തത്? മുജാഹിദല്ല, നിഷേധിയായ മുജാഹിദ് ആണ് നിങ്ങൾ. മുജാഹിദ് നിഷേധി, സത്യനിഷേധി. അപ്പൊ അതൊന്നും ആ വാചക കസർത്തുകളൊക്കെ അല്ല നമ്മുടെ ഈ മുഖാമുഖം ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് തിങ്കളാഴ്ചയുടെ ആ ഹദീസിനെയാണ് അപ്പൊ അദ്ദേഹം ചോദ്യം ചെയ്യുന്നത്. എന്താണ്, ഞങ്ങൾ എന്തിനാ തിങ്കളാഴ്ചയുടെ ഹദീസിനെ ഉദ്ധരിച്ചത്? എന്തിനാ? നബിയുടെ ജന്മദിനം എന്നുള്ളതിൽ വല്ല സവിശേഷതയുമുണ്ടോ? അതിന്റെ പ്രമാണ തിങ്കളാഴ്ചയുടെ ഹദീസ് ഉദ്ധരിക്കുന്നത്. എന്തിനാണ് തിങ്കളാഴ്ചയുടെ ഹദീസിന്റെ ഉദ്ധരണം പണ്ഡിതന്മാർ നടത്തിയിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഏതോ മൗലവി പ്രസംഗിച്ചത് കേട്ട് അന്ധമായി അത് കണ്ടു കാണാതെ വിശ്വസിച്ച് ഇവിടെ വന്നിട്ടുള്ളത്. തിങ്കളാഴ്ച എന്ന് പറയുന്നത്, തിങ്കളാഴ്ചയുള്ള നോമ്പ് ചൊവ്വാഴ്ചയിലേക്ക് നീട്ടിയാൽ അത് ഖളാ ആണ്. അത് ഞായറാഴ്ചയിലേക്ക് മുന്തിച്ചാൽ അത് ഹറാമാണ്. തിങ്കളാഴ്ചയിലുള്ള നോമ്പ്. അപ്പൊ അவ்விധം പ്രത്യേകത തിങ്കളാഴ്ചക്ക് വരാനിടയായത് എന്തുകൊണ്ട് എന്ന സഹാബത്തിന്റെ ചോദ്യത്തിന്റെ മറുപടിയിൽ ഇസ്ലാമിക ചരിത്രത്തിലെ 3 പ്രധാനപ്പെട്ട സംഭവങ്ങൾ റസൂൽ വിശദീകരിച്ചു കൊടുക്കുക. 1 ഫീഹി ഉലിത്തു, 2 വഫീഹി ഉൻസില അലയ്യ, 3 വഫീഹി ബുഇസ്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വ ലബ്ധി, ഖുർആനിന്റെ അവതരണം, ഈ 2 ഏറ്റവും പ്രമുഖമായ സംഭവവികാസങ്ങളെക്കാൾ ഒരു പടി മുന്നിൽ വെച്ചുകൊണ്ട് ഒന്നാമത്തെ സവിശേഷതയായിട്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഫീഹി ഉലിത്തുന. അപ്പൊ നബിയുടെ ജന്മദിനം ആഘോഷിക്കപ്പെടേണ്ടതാണോ? അതിന് വല്ല സവിശേഷതയുമുണ്ടോ? ഈ ചോദ്യത്തിന് നൽകുന്ന മറുപടിക്കാണ് ഫീഹി ഉലിത്തു എന്ന ഹദീസ് ഞങ്ങൾ ഓതുന്നത്. അപ്പൊ തിങ്കളാഴ്ച നോൽബല്ലേ നോൽക്കേണ്ടത്? ആരാ നോൽബോൽക്കാത്തത്? മുജാഹിദിന്റെയും സുന്നികളുടെ ഇടയിൽ നിങ്ങളൊരു സർവേ നടത്തി നോക്കുള്ളൂ. ആ സർവേയിൽ ആരാണ് തിങ്കളാഴ്ച നോമ്പ് പതിവാക്കിയവർ? റസൂൽ ജനിച്ച തിങ്കളാഴ്ചയിൽ നോമ്പ് പതിവാക്കിയവർ സുന്നികളാണോ മുജാഹിദുകളാണോ? അതൊരു സർവേ നടത്തി നോക്കുള്ളൂ. കല്യാണം പൊളി, കള്ളി പൊളി. എന്നിട്ട് നോക്കൂ സഹോദര, എന്താ അയാൾ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത്? ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. ആയിക്കോട്ടെ, അടുത്ത ചോദ്യം പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ. അപ്പോ ഫീഹി ഉലിത്തു എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം അത് ആഘോഷിക്കപ്പെടാനുള്ള അനുഗ്രഹമാണ് എന്ന് കെ എം മൗലവി പോലുള്ള ഒറിജിനൽ മുജാഹിദുകൾ അംഗീകരിച്ച ആശയം, ആ ആശയത്തിന്റെ പ്രമാണമായിട്ടാണ് ആ ഹദീസ് ഉദ്ധരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ചോദിച്ചോളൂ. അപ്പോ ഞാൻ ഇതുവരെ ചോദിച്ചത് നബിദിനം ആഘോഷിക്കാൻ ഇസ്ലാമിലെ തെളിവാണ്. അത് ഉസ്താദ് പറഞ്ഞിട്ടില്ല, അത് ഉസ്താദിനില്ല, ഇസ്ലാമിൽ അങ്ങനെ ഒരു തെളിവില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രസംഗിക്കാൻ ഇല്ല എന്ന് പ്രസംഗിക്കാനല്ല, ചോദ്യങ്ങൾ വരട്ടെ. നിങ്ങളുടെ വിമർശനങ്ങളും ചോദ്യങ്ങളും നിങ്ങൾക്ക് ചോദ്യങ്ങളായിട്ട് ചോദിക്കാനുള്ള മൈക്കാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഉണ്ട്, നബിദിനാഘോഷം അത് ആഘോഷിക്കാനുള്ള പ്രമാണം ഇസ്ലാമിലുണ്ട്. ഉണ്ട്. ഇമാം സുയൂത്തി തന്റെ ഹിസ്നുൽ മഖ്സിർ ഫി അമലിൽ മൗലിദ് എന്ന ആ കിതാബിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഇമാമിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം നവവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഉസ്താദായ ബഹുമാനപ്പെട്ട അബൂ ശാമ റളിയല്ലാഹു തആല അൻഹു തന്റെ കിതാബുൽ ബാഇസിൽ അതിന്റെ പ്രാമാണികത വിശദീകരിച്ചിട്ടുണ്ട്. ഇല്ലാന്നൊന്നും പറയണ്ട. നബിദിനാഘോഷം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്തില്ല, റസൂലുള്ളാഹിന്റെ പേരിൽ സന്തോഷിക്കുക, നബി ജന്മദിനത്തെ ഒരു റഹ്മത്തായിട്ട് കാണുക. ഇതൊക്കെയാണ് നബിദിനാഘോഷം എന്ന് പറയുന്നത്. അതിൽ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും അതിലെല്ലാം ഇസ്ലാമിൽ പ്രമാണമുണ്ട്. നബിയുടെ ജന്മദിനം അതിന് വല്ല വിലയുണ്ടോ? ഉണ്ട്. ഫീഹി ഉലിത്തു പ്രമാണമല്ലേ? നബിയെ മദ്ഹ് ചെയ്യാൻ പറ്റുമോ? അതിന് വല്ല വിലയുണ്ടോ? അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, അത് പ്രമാണമല്ലേ? അതിൽ സന്തോഷം രേഖപ്പെടുത്താൻ പറ്റുമോ? ഇങ്ങോട്ട് നോക്കൂ. നിങ്ങളെ മറുപടി പറയുന്ന സമയത്ത് കീ 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 എന്ന് പറഞ്ഞാൽ പോരാ, ശ്രദ്ധിക്കണം. ചോദ്യം ചോദിച്ചിട്ട് പിന്നെ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നിട്ട് കേൾക്കാതെ പിന്നെ പൊട്ടച്ചോദ്യമായിട്ട് അടുത്ത എഴുന്നേൽക്കല്ല വേണ്ടത്. അതുകൊണ്ട് കൃത്യമായി പറയുന്ന കാര്യം കേൾക്കുക. നബിദിനാഘോഷത്തിന്റെ പ്രാമാണികത സർവ്വ മുജാഹിദുകളും അംഗീകരിച്ചിട്ടുണ്ട്. 950 മുമ്പുള്ള 50 ശേഷം പിന്നെ അത് ശിർക്കായി പോയി. അതുകൊണ്ട് 50 സർവ്വ മുജാഹിദുകളും അബൂജഹലിന്റെ തൊട്ടപ്പുറത്ത് നരകത്തിൽ ഇങ്ങനെ കടന്ന് വെന്തെരിയുന്നുണ്ടാവും. നിങ്ങളെ കാഴ്ചപ്പാട് പ്രകാരം
ഒറിജിനൽ മുജാഹിദാണല്ലോ. ഒറിജിനൽ മുജാഹിദ് കപട മുജാഹിദല്ലല്ലോ. മുജാഹിദിന്റെ ഒറിജിനാലിറ്റി അവകാശപ്പെട്ടുകൊണ്ട് വന്ന മാന്യ സഹോദരൻ അദ്ദേഹത്തോട് പറയുകയാണ്, നബിദിനാഘോഷത്തിന്റെ ഓരോ വശവും അത് ഇസ്ലാമിക പ്രമാണങ്ങളെ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. അതിന് നിങ്ങൾ പറഞ്ഞു ഫീഹി ഉലിത്തു തിങ്കളാഴ്ച നോൽബുൽക്കല്ലേ വേണ്ടത്. ഫീഹി ഉലിത്തു എന്തിനാ പ്രമാണമാക്കിയത്? നബിദിനാഘോഷത്തിന്റെ പ്രമാണങ്ങൾ ഒരുപാട് ഹദീസുകളിലും ആയത്തുകളിലും പരന്നു കിടക്കുന്ന ഒരു ആശയമാണ്. ഏതുപോലെ നിസ്കാരത്തിന്റെ പ്രമാണം, നിസ്കാരം 14 റുക്കിനുണ്ട്. അതിന്റെ പ്രമാണം എന്താന്ന് വെച്ചാൽ ആയത്ത് പറഞ്ഞെടുക്കാൻ കഴിയൂല, ഒരു ഹദീസ് കൊണ്ട് തെളിയിക്കാൻ കഴിയൂല, 2 ഹദീസ് കൊണ്ട് തെളിയിക്കാൻ കഴിയൂല. അപ്പൊ ഒരുപാട് ആയത്തുകളും ഹദീസുകളും അതിന്റെ സമുച്ചയം പരിശോധിച്ചുകൊണ്ടാണ് ഇമാമുകൾ അത് 14 റുക്കിനാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരിക. മനസ്സിലായോ? പ്രമാണത്തെ പറ്റി നമുക്ക് മനസ്സിലാക്കേണ്ട ആദ്യം എന്താണ് ഈ പ്രമാണം. ഇത് വല്ല ചക്കരച്ചെമ്പിന്റെ മാതിരിക്കത്തോ എന്തോ ഒരു സാധനമാണോ നിങ്ങൾ വിചാരിച്ചത്? അല്ല, പ്രമാണം എന്ത് എന്ന് മനസ്സിലാക്കണം. അപ്പോ ഫീഹി ഉലിത്തു എന്നുള്ള ഹദീസിനെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഫീഹി ഉലിത്തുവിൽ അടങ്ങിയത് എന്താണ്? നബി ജന്മം എന്ന് പറയുന്നത് സഹോദര, നിങ്ങളുടെ വാപ്പാന്റെയും ഉമ്മാന്റെയും അവരുടെ ഇടയിൽ നിന്ന് നിങ്ങൾ ജനിച്ചതുപോലെയല്ല നബിയുടെ ജന്മം. മനസ്സിലായോ? അതാണ് വിശദീകരിക്കപ്പെട്ടത്. അപ്പോ ഞാൻ ചോദിച്ചത് നബിദിനം ആഘോഷിക്കാൻ ഇസ്ലാമിലെ തെളിവാണ്. അതിന്റെ ഹദീസ് നമ്പർ അല്ല ഖുർആനിൽ ആയത്തോതി. അപ്പൊ ഈ ഖുർആൻ ആയത്ത് ആയിരിക്കും മനസ്സിലായില്ല. സത്യരിതായ 300 വർഷം ജീവിച്ച സത്യരിതായ സ്വഹാബത്തിന് ഖുർആൻ ആയത്ത് മനസ്സിലായില്ല. പ്രമാണമുണ്ടോ? അത് നിങ്ങൾ കെ മൗലവിയോട് ചോദിക്കണം. നിങ്ങൾ ഒറിജിനൽ മുജാഹിദിനോട് ചോദിക്കണം. ഖുർആൻ പറയുമ്പോൾ പറയും സച്ചരിതരായ ആളുകൾ ചെയ്തിട്ടുണ്ടോ? ഞാൻ പറയട്ടെ, ഖുർആൻ നിങ്ങൾ അംഗീകരിക്കോ? പിന്നെന്തിനാ നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചാൽ ഖുർആൻ തള്ളിയത്? സച്ചരിതരായ സ്വഹാബത്ത് നമ്മളെക്കാൾ കൂടുതൽ റസൂലുള്ളാഹിനെ കൊണ്ട് ആഘോഷിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിയുടെ മുടിയും അവിടുത്തെ ശറഫാക്കപ്പെട്ട അതിലൊക്കെ മഹബത്ത് ചെയ്തിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് നമ്മളെക്കാൾ കൂടുതൽ പ്രകടമാക്കാൻ കഴിവുള്ള അവസരം കിട്ടിയ മഹാന്മാരാണ് സച്ചരിതരായ സ്വഹാബത്ത്. മനസ്സിലായി? കളിയാക്കണ്ട. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് മൈക്ക തരാം. നിങ്ങൾ സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമം ഒന്നും നടത്തണ്ട. വളരെ കൃത്യമായിട്ട് തന്നെ ഞാൻ പറയാം. നബിദിനാഘോഷത്തിൽ എവിടെയാണ് പിഴവുള്ളത്? സഹോദര പറയുന്നതാണ് കേൾക്ക്. ഈ ചോദ്യം മുജാഹിദിനോട് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ്. മുജാഹിദേ, ഒറിജിനൽ മുജാഹിദായിരുന്ന KM മൗലവി, ഈ KM മൗലവി. അപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങൾ ചോദിക്കണ്ടേ? നിങ്ങളുടെ മുജാഹിദിന്റെ ആളുകൾ നബിദിനം ആഘോഷിച്ചത് തെറ്റാണെന്ന് പറയൂ, അത് ശിർക്കാണെന്ന് പറയൂ. എന്റെ നേതാവായ മുജാഹിദ് ആ മുജാഹിദ് മുശ്രിക്കായിരുന്നു എന്ന് കൃത്യമായി പറയൂ. കാരണം അവർ നബിദിനം ആഘോഷിച്ചവരാണ്. ഇങ്ങോട്ട് പറയുന്നത് കേൾക്കും. മൈക്ക് കൊടുക്കാം. ഞാനും പറയുമ്പോ മൈക്കം തരും. നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഇസ്ലാം മാസികയില് കൃത്യമായി എഴുതി വെച്ചു നബിദിനാഘോഷം ശിർക്ക് തന്നെ. നബിദിനാഘോഷം ശിർക്ക് തന്നെ. അതേ മുജാഹിദുകൾ തന്നെ 950-കൾക്ക് മുമ്പുള്ള സർവ്വ മുജാഹിദുകൾ, അവർ ഒറിജിനൽ മുജാഹിദാണല്ലോ. അത് സക്കരിയാക്കളായിട്ടോ KNM ആയിട്ടോ മടവൂരിയാളായിട്ടോ ജിന്നൂരിയാളായിട്ടോ നവമടവൂരിയായിട്ടോ ഒന്നും വിഭജിച്ചിട്ടില്ലല്ലോ. സാക്ഷാൽ മുജാഹിദുകളാണല്ലോ, ഒറിജിനൽ മുജാഹിദാണല്ലോ. ആ മുജാഹിദുകളൊക്കെ നബിദിനാഘോഷിച്ചിട്ടുണ്ട്. ഒക്കെ. ഞാൻ പറയട്ടെ, ആ മുജാഹിദുകൾ ഈ നബിദിനം ആഘോഷിച്ചതിന്റെ പേരിൽ നരകത്തിലോ സ്വർഗത്തിലോ? പറയണ്ടേ? ഹദീസ് നിങ്ങൾക്ക് നബിദിനാഘോഷത്തിന് ഏത് ഹദീസാ വേണ്ടത്? നബിദിനാഘോഷത്തിന് ഫീഹി ഉലിത്തു. അപ്പൊ നബിയുടെ ജന്മദിനം ഒരു പ്രത്യേക ജന്മദിനമാണ്, അത് തെളിഞ്ഞു. ഇനി ആ ജന്മദിനത്തിൽ സന്തോഷിക്കണോ? ആ ജന്മദിനത്തിൽ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു. ഖുർആൻ പറഞ്ഞാൽ അത് തെളിവാണ്. ഇസ്ലാം പറയട്ടെ. ഇസ്ലാമിലുള്ള പ്രമാണം എന്ന് പറഞ്ഞാൽ ഒന്ന് ഖുർആനിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കാം. ഖിയാമത്ത് നാൾ വരേക്കുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അംഗീകരിക്കാം. ഞാൻ പറയട്ടെ. അല്ലെങ്കിൽ നിങ്ങളുടെ പേരെന്താണ്, നിങ്ങളുടെ പക്ഷ ഏതാണെന്ന് വിശദീകരിച്ചിട്ടില്ല. അത് വിശദീകരിക്കാതെ നിങ്ങൾ അവിടെ ഇരിക്കി. നിങ്ങൾ പറഞ്ഞു ഖുർആനിലായത്തുണ്ടോ?
ഞാൻ ആയത്ത് ഓതി കേൾപ്പിച്ചു. അപ്പൊ പറഞ്ഞു ഖുർആനിൽ ആയത്ത് പറ്റൂല. ഞാൻ അല്ലല്ല നിൽക്കി ഇസ്ലാമിനുള്ള പ്രമാണം ആദ്യം പഠിപ്പിച്ചു തരാം. 1 ഖുർആൻ, 2 ഹദീസ്. അതെ, ദഈഫായ ഹദീസ് പ്രമാണമാകും. ആകും. ഇമാം നവവി ദഈഫായ ഹദീസ് പലയിടത്തും പ്രമാണമാകുന്ന ഇമാം നവവി തങ്ങൾ തന്റെ അദ്കാറിൽ പറഞ്ഞിരിക്കുന്നു. ഏത് പണ്ഡിതനാ പറഞ്ഞത്? ഇതാ അദ്കാർ ഞാൻ വായിച്ചുതരാം, അറബി ഞാൻ വായിച്ചുതരാം, മലയാളങ്ങൾ വെച്ചാൽ മതി കേട്ടോ. അല്ല ഞാൻ പറയാം, ആയിക്കോട്ടെ. അതാ നിങ്ങളെ ജഹാലത്ത് ബോധ്യപ്പെടുത്താനാണ് ഞാനാ പറഞ്ഞത്, ജാഹിലികളാണെന്ന് വ്യക്തമാക്കാനാണ് ഞാനാ പറഞ്ഞത് കണ്ടോ. പറയാം. അല്ല ഫസ്ലുൻ പഠിച്ചോ. ഇമാം നവവി റഹിമഹുല്ലാഹ് ആ വണ്ടി സുരക്ഷിതമായിട്ട് പോകണം, ആരും തടസ്സം ചെയ്യരുത്, വഴി ബ്ലോക്കാക്കരുത്. ഏതു പണ്ഡിതനാണ് ദഈഫായ ഹദീസ് ഒരു നിലക്കും അത് പ്രമാണമാകില്ല, അത് പ്രമാണമാകുന്ന വിവിധ വകുപ്പുകളുണ്ടെന്ന് ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടോ? അതല്ലേ നിങ്ങളുടെ ചോദ്യം? ഞാൻ പറയാം. ഇമാം നവവി റഹിമഹുല്ലാഹ് തന്റെ അൽ അദ്കാർ എന്ന കിതാബിൽ പറയുന്നു, ഫസ്ലുൻ. ഇതൊരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയുള്ള ഒരു ചെറിയ അധ്യായമാണ്. എന്താണ്? ഖാലൽ ഉലമാഉ, പണ്ഡിതന്മാർ പറഞ്ഞു, മിനൽ മുഹദ്ദിസീന, മുഹദ്ദിസുകളായ പണ്ഡിതന്മാർ, വൽ ഫുഖഹാഇ, കർമ്മശാസ്ത്രജ്ഞരുമായ, വഗൈരിഹിം, മറ്റുള്ള പണ്ഡിതന്മാരും പറഞ്ഞു, യജൂസു, ജായിസാണ്, വയുസ്തഹബ്ബു, സുന്നത്തുമാണ്, അൽ അമലു, അമൽ ചെയ്യൽ, ഫിൽ ഫളാഇലി, ശ്രേഷ്ഠതകളിൽ, വത്തർഗീബി, തർഗീബ്, പ്രോത്സാഹനങ്ങളിൽ, വത്തർഹീബി, ഭയപ്പെടുത്തുന്ന കാര്യത്തിൽ, ബിൽ ഹദീസ് ദഈഫ്, ദഈഫായ ഹദീസ് കൊണ്ട്. മാലം യക്കുൻ, പറയട്ടെ, ഏതു പണ്ഡിതനാ പറഞ്ഞതെന്നല്ലേ? ഇത് ദശക്കണക്കിന് പണ്ഡിതന്മാർ നമുക്ക് ധരിക്കാം. ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തന്റെ തത്ഹീറുൽ ജനാനി വൽ ലിസാനിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇമാം സുയൂത്തി തന്റെ അർ-റസായിലു തിസ്ഇൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തന്റെ ഫതാവൽ കുബ്രയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇമാം മുഹമ്മദുർ റംലി തന്റെ ഫതാവ റംലിയിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് പണ്ഡിതന്മാർ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഞങ്ങളിതൊന്നും അറിയില്ല. അപ്പൊ ദഈഫായ ഹദീസ്, സഹീഹായ ഹദീസ് എന്ന് പറഞ്ഞ് വിളിച്ചു പറയുന്നു വേണ്ട. സഹീഹായ ഹദീസ് പറഞ്ഞ സ്വതന്ത്രമായ ഹുക്മിന്റെ ഇസ്ബാത്തിനാണ് സഹീഹായ ഹദീസിന്റെ പ്രമാണങ്ങൾ, പ്രാമാണികത. അതേസമയത്ത് അനുബന്ധമായ കാര്യങ്ങൾക്ക് ദഈഫായ ഹദീസും പ്രയുക്തമാണ് എന്ന് സർവ്വ ഉലമാക്കളും പറഞ്ഞിട്ടുണ്ട് എന്ന് ഇമാം നവവി തന്റെ അൽ അദ്കാർ എന്ന കിതാബിന്റെ 13ാമത്തെ പേജിൽ കൃത്യമായി പറയുന്നു. അപ്പൊ അതൊന്നും ഇവിടെ പറയണ്ട. ഉസ്താദേ, വിനയത്തോടെ ചോദിക്കാം, ഇസ്ലാമിലെ തെളിവ് എന്ന് പറഞ്ഞാല് ഖുർആന്, സുന്നത്ത്. അപ്പൊ ഖുർആൻ ആയത്തോതി, ഈ ആയത്തോതിയപ്പോ സച്ചരിതായ നബിയുടെ കൂടെ ജീവിച്ച സ്വഹാബികളായത് അതുപോലെ നിങ്ങൾ എന്താ അറിയും? നിങ്ങൾ ആദ്യം ഒറിജിനൽ മുജാഹിദ് എന്ന് പറഞ്ഞു. അപ്പൊ ഒറിജിനൽ മുജാഹിദ് നിങ്ങൾ തള്ളി. മുജാഹിദ് എന്ന് പറഞ്ഞാൽ, ഒറിജിനൽ മുജാഹിദ് എന്ന് പറഞ്ഞാൽ ജിഹാദ് ചെയ്യുന്ന മുജാഹിദാണ്, ബാക്കിയുള്ളവരൊക്കെ പോക്കാണെന്ന് പറഞ്ഞു. നിങ്ങളിപ്പോ പറഞ്ഞല്ലോ, നിങ്ങൾ വിളിച്ചു പറഞ്ഞൊരു ആശയമുണ്ട്, ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ വിളിച്ചു പറഞ്ഞൊരു ആശയമുണ്ട്. ഏതെങ്കിലും ഒരു ആലിം, ഏതെങ്കിലും ഒരു ഇമാം ദഈഫായ ഹദീസ് പ്രമാണമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് ഞങ്ങൾ കൃത്യമായിട്ട് അൽ അദ്കാർ എന്ന കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ വായിച്ചു. ഈ വായിച്ചതിൽ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ? അതൊന്ന് പറയും. നിങ്ങൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ ചാടുകയാണ്. അങ്ങനെ ചാടാൻ അനുവദിക്കില്ല. ദഈഫായ ഹദീസ് പ്രമാണമാകുന്ന രംഗങ്ങളുണ്ട് എന്ന് കിതാബിന്റെ ഉദ്ധരണി ഞാൻ വായിച്ചതിൽ നിങ്ങൾക്ക് വല്ല എതിർപ്പുമുണ്ടോ? ഞാൻ ആദ്യം ചോദിച്ചത് ഇസ്ലാമിലെ, ആദ്യം ഇസ്ലാം പറയുമ്പോ നിങ്ങൾ അതിന്റെ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഖുർആൻ ഓതി, അപ്പൊ പറഞ്ഞു മുൻഗാമികൾ ചെയ്തിട്ടുണ്ടോ? ഖുർആൻ ഓതിയപ്പോ പറഞ്ഞു. നിങ്ങൾ പ്രമാണം ചോദിച്ചു, ഖുർആൻ ചോദിച്ചു. ഫീഹി ഉലിത്തു എന്നുള്ള ഹദീസിനെ നിങ്ങൾ വിമർശിച്ചു. ഞാൻ പറഞ്ഞു ഫീഹി ഉലിത്തു എന്നുള്ള ഹദീസിന്റെ ഉദ്ദേശ്യം ഇന്നതാണെന്ന് വ്യക്തമാക്കി കൊടുത്തു.
പിന്നെ ഖുർആനുണ്ടോ എന്ന് ചോദിച്ചു. സന്തോഷിക്കാൻ ഖുർആനിൽ തെളിവുണ്ടോ? അതിന് ഞാൻ വ്യക്തമായ ആയത്തോതി, 2 ആയത്തോതി. അപ്പൊ നിങ്ങൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മുൻഗാമികൾ ആഘോഷിച്ചിട്ടുണ്ടോ? അപ്പൊ കെ മൗലവിക്ക് ഇനി ഭാവിയിൽ ജനിക്കാൻ വരുന്ന ആളാണ് പറയാനുള്ളത്. പോട്ടെ. അപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത് മുൻഗാമികൾ ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു ഇസ്ലാമിലുള്ള പ്രമാണം നന്നായി മനസ്സിലാക്കുക. ഇസ്ലാമിലുള്ള പ്രമാണം, മുജ്തഹിദുകളായ ഇമാമുമാർ അവലംബിക്കുന്ന പ്രമാണം, 1 ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ്. ഇത് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോ എന്നെ ഖണ്ഡിക്കാൻ വേണ്ടി നിങ്ങളുടെ കൂട്ടുകാരനടക്കം വിളിച്ചു പറഞ്ഞു സഹീഹായ ഹദീസ്. ഞാൻ പറഞ്ഞു സഹീഹിന് പുറമെ ദഈഫും പ്രമാണമാകും. അതിന്റെ അർത്ഥം ഞാൻ ഓതിയ ഹദീസ് ദഈഫാണെന്നല്ലോ. ഫീഹി വിരുത്ത് സഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ഇവിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സക്കരിയ സലാഹി അടക്കം തെറ്റുപറ്റിപ്പോയ ഒരു വിഷയം ഇവിടെ വിളിച്ചു പറഞ്ഞു. എന്താ? സഹീഹ് ഹദീസ്. അപ്പൊ ഞാൻ പറഞ്ഞു ദഈഫായ ഹദീസും പ്രമാണമാകും പലപ്പോഴും. അപ്പൊ നിങ്ങൾ പറഞ്ഞു അത് ഏതെങ്കിലും ഒരു ഇമാം പറഞ്ഞിട്ടുണ്ടോ? ആ ഇമാം പറഞ്ഞ ഈ നബി ഇമാം പറഞ്ഞ് നിങ്ങൾ അംഗീകരിക്കുമല്ലേ? അത് തീരുമാനമാക്കുക ആദ്യം. അല്ല, അത് അല്ലല്ല, നിങ്ങളാണ് ഈ വിഷയം എടുത്തിട്ടുള്ളത്. ഇത് തീരുമാനമായി. ഇസ്ലാമിൽ പ്രമാണമുണ്ടോ? ഞാൻ പറയട്ടെ, ഒറിജിനൽ മുജാഹിദാണെന്ന് പറഞ്ഞു വന്നവൻ ഒറിജിനൽ മുജാഹിദീങ്ങളെ തള്ളിപ്പറഞ്ഞു. അത് അവിടെ ക്ലിയർ ആക്കി. ഒറിജിനൽ മുജാഹിദ് അല്ല നിങ്ങൾ കള്ള മുജാഹിദാണ് എന്നുള്ളതിലൂടെ ബോധ്യമായി. കാരണം ഒറിജിനൽ മുജാഹിദീങ്ങൾ എല്ലാവരും നബിദിനം ആഘോഷിച്ചിട്ടുണ്ട്. ഒറിജിനൽ മുജാഹിദീങ്ങൾ, ഇപ്പത്തെ മുജാഹിദീങ്ങൾ അത് ശിർക്കാന്ന് പറയുന്നു, ഞങ്ങൾ അതിനെ എതിർത്തിട്ടില്ല. ഇപ്പത്തെ മുജാഹിദീങ്ങൾ നബിദിനമാഘോഷം ശിർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്തിട്ടില്ല. പക്ഷേ ഒറിജിനൽ മുജാഹിദുകൾ സുന്നികളെക്കാൾ ശക്തമായിട്ട് നബിദിനം ആഘോഷിച്ചവരാണ് ഒറിജിനൽ മുജാഹിദ്. അപ്പൊ അത് ഞാൻ പറയാൻ കാരണം എന്താ? ഞാനത് ഇവിടെ വായിക്കാൻ ഉദ്ദേശമല്ല. നിങ്ങളുടെ സംസാരത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾ പറഞ്ഞു ഞാൻ ഒറിജിനൽ മുജാഹിദാണ് പറഞ്ഞതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്.